Good evening, everyone. Welcome to 90 Plus Double Power Tuition, world's first learning assurance model. My name is Ashwati. I'll be handling chemistry. Good evening, Sian, Evin, Navami, Sriram, Vaiga, and Devanandan. We have Neha and Bins Matthews. Yeah, Gagan. Okay, Gagan and Gion. Okay, everyone, please turn on your video. Yes, all right, good. Okay. യെസ് ഗുഡ് ഈവനിങ് വൈഗ. വൈഗയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ വൈഗ? മിസ് പേര് പറഞ്ഞത് കേട്ടല്ലോ. വൈഗ, ക്യാൻ യു പ്ലീസ് അൺമ്യൂട്ട്? വൈഗ വൈഗ ചാറ്റ് ബോക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. എവിടെ നിന്നിട്ട് ആളെ കാണുന്നില്ലല്ലോ. ഇല്ല. ഓൾറൈറ്റ്. ഹായ് നേഹ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. നേഹ, എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. വിശേഷമൊന്നുമില്ല. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ കുറഞ്ഞു. കുറഞ്ഞു. ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല. മോസ്റ്റ് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. 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 എന്നിട്ട് എന്ത് ചെയ്തു നേഹ ഇന്ന്? ഇന്ന് ഇന്ന് ചുമ്മാ എന്റെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻജോയ് ചെയ്തു. ആ, ഓക്കെ. ഓക്കെ, ഗ്രേറ്റ്, ഗുഡ്. ഓക്കെ, യെസ് 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 വൈഗ. വൈഗ, can you, where is she? Can you please raise your hand, വൈഗ? യെസ്. ഓക്കെ. ഓക്കെ, ഹായ്. പേര് പറഞ്ഞത് കേട്ടായിരുന്നോ? ആ കേട്ടു. ഐ ആം ഫ്രം കണ്ണൂർ. ഓക്കെ. ആ ഓക്കെ, ഇല്ല കേട്ടില്ലായിരുന്നു. പേര് കേട്ടില്ലേ? ഇല്ല. അശ്വതി. ആ ഓക്കെ, കണ്ണൂരിൽ നിന്നാണ്. ഇന്നിവിടെ മഴ കുറവായിരുന്നു. ഓക്കെ. ഓക്കെ, വൈകൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മഴയൊക്കെ? ഇവിടെ കുഴപ്പമില്ല. രണ്ടുമൂന്ന് പ്രാവശ്യം പെയ്തു. രണ്ടു മൂന്ന് പ്രാവശ്യം പെയ്തു. ഓക്കെ. ഓക്കെ, പൊതുവെ കുറവാണല്ലേ? കമ്പാരിറ്റീവ്ലി ഇന്ന് മഴ കുറവാണെന്ന് തോന്നുന്നു. ആ ഓൾറൈറ്റ്. യെസ്. ആരാണ് ഗഗന എന്ന് പറഞ്ഞ് ഭയങ്കര മഴ? ഗഗനാണോ ജിയോൺ ആണോ? someone told me that's heavy rain. ഇടുക്കി ജിയോൺ. ഓക്കെ. ഓക്കെ, ജിയോൺ. ഹായ് ജിയോൺ. Where is he? യെസ്, ഹായ്, ഗുഡ് ഈവനിങ്. ജിയോൺ, can you please unmute? ഇല്ല. ജിയോൺ അവിടെ ഇല്ല. മാം ഇടുക്കിയിൽ റെയിൻ ആണെന്ന് മാത്രം ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ് ജോയൽ. യെസ് മാം. യെസ്, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ എല്ലാരും പ്രസന്റ് ആണ്. ആയി വരുന്നതേ ഉള്ളൂ. വെരി സ്ലോ. വൈ ഇസ് ഇറ്റ്? ബിക്കോസ് ഓഫ് ദ വർക്കൗട്ട് സെക്ഷൻ ആയതുകൊണ്ടാണോ? ഏ എല്ലാരും ഭയങ്കര സ്ലോ ആയിട്ട് ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓൾറെഡി 30 സ്റ്റുഡൻസ് ഇതുവരെ ജോയിൻ ആയിട്ടുള്ളൂ. 40, വി ഹാവ് 40. ഓക്കെ. യെസ്, ഹായ്, ഗുഡ് ഈവനിങ് വേദിക ആൻഡ് എയ്നെറ്റ്, ഗുഡ് ഈവനിങ്. ഓക്കെ. ഓൾറൈറ്റ്. സോ എല്ലാരും പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ മക്കളെ. എല്ലാരും വീഡിയോ ടേൺ ഓൺ ചെയ്തേ. യെസ്. ഓക്കെ. And today we are going to discuss the chapter exploring mixtures and their separation, and this is day 2 workout section ആണ്. And before we begin our section, I'm going to explain how 90 plus double power model works. So here we have divided our entire chapter into 3 sections, and each section will be taken within 2 days. On day 1 I'll be teaching concepts in a highly interactive way. In between, if you have any doubt, you could ask your doubt and clear your doubt. On day 2, that will be the next consecutive day. In that class we will be revising the concept. After that, I'll be asking questions to each and everyone. I will be asking to write down the answers on your notebook. This will give you the writing practice, and it will help you to boost your memory and improve your confidence. Okay, so this is how our 90 plus double power model works.
All right, and congratulations to all those who got full mark in yesterday's exam. Okay, ഇതേപോലെ തന്നെ keep going like that. All right, and നമുക്ക് തുടങ്ങാല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഓർ എനി ഡൗട്ട്സ് ചോദിക്കാനോ പറയാനോ ഉണ്ടോ ബിഫോർ വി ബിഗിൻ അവർ സെക്ഷൻ? നോ. ഓക്കെ. ഓക്കെ. So, and I'm gonna share my presentation. നിങ്ങൾക്ക് മീൻവൈൽ നിങ്ങൾക്ക് ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിക്കോ, ബിക്കോസ് നമുക്ക് ആൻസേഴ്സ് നിങ്ങൾ എഴുതണം. Okay, you have to write down the answers. Okay, it's very important. All right, and okay. ഫസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ മിസ് ഒന്ന് ക്വിക്കായിട്ട് വേഗം ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ഒന്ന് അതിലേതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. മിസ് അവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ആ ഒരു പോർഷൻ എത്തുമ്പോൾ. ഓക്കെ, ആൻഡ് പ്ലീസ് ലിസൺ ടു മൈ ക്ലാസ്. ഓക്കെ, ഓൾറൈറ്റ്. Yes, today it is day 2. Okay, day 2 and it is workout section. Okay, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? We were discussing about solubility first. Okay, solubility എന്ന് വെച്ചാൽ എന്തായിരുന്നു മക്കളെ? It is the maximum amount of solute that can be dissolved in a 100 gram of solvent at a given temperature is called as solubility. Okay, and solubility is temperature dependent ആണെന്ന് പറഞ്ഞു. അപ്പോൾ generally if you are having a solid liquid mixture, then solubility will increases with the increasing temperature. Solid liquid mixture ആണെങ്കിൽ general case ആണ്, എല്ലാവരും അല്ല, most of the solids their solubility will increase with increasing temperature. ഓക്കെ, അത് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ ദർ സോലിബിലിറ്റി കുറയുമായിരിക്കും ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ, ഇഫ് യു ആർ ഹാവിംഗ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ, ദെൻ ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സോലിബിലിറ്റി ഡിക്രീസസ്. അതായത് സോഡയൊക്കെ ഉണ്ടാക്കുന്ന കേസിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ അതിനകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയുമായിരിക്കും ചെയ്യുക. ഓക്കെ, ഗഗൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് ഗ്യാസ് ആൻഡ് സോളിഡ് മിക്സ്ചർ ആണെങ്കിൽ ആസ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സോലിബിലിറ്റി ഡിക്രീസസ്. ഓക്കെ, അതൊരു പ്രോപ്പർട്ടി, അതായത് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു മക്കളെ? സി സം എക്സാമ്പിൾസ് ഓഫ് ദ സോളിഡ് ദാറ്റ് ആക്ച്വലി ഡസൻ ഷോ മച്ച് റിമെയിൻസ് അൺഅഫക്റ്റഡ് ബൈ ദ റൈസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു. ഇപ്പൊ NaCl ആയിക്കോട്ടെ, KCl അല്ലെങ്കിൽ ലിഥിയം ക്ലോറൈഡ് ഒക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വലിയ ചേഞ്ച് അവരുടെ സോലിബിലിറ്റിയിൽ വരുന്നില്ല. വേറെ ചില സോൾട്ടുകൾ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കുറയുന്നതുണ്ട്, ഓപ്പോസിറ്റ് കേസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ദിസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സെറിക് സൾഫേറ്റ് ഓർ സോഡിയം സൾഫേറ്റ്, ഡെക്കാ ഹൈഡ്രേറ്റ് ആൻഡ് സീറിയം കാൽസ്യം സൾഫേറ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ജനറൽ കേസ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ആൾക്കാരുടെയും സോലിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം നൈട്രേറ്റ്, നമ്മുടെ ഷുഗർ, അമോണിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ്. ഓക്കെ, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ദാറ്റ് കേസ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സോലിബിലിറ്റി കർവ്. സോലിബിലിറ്റി കർവ്, വാട്ട് ഈസ് സോലിബിലിറ്റി കർവ്? സി ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ഫോർ ദ ചേഞ്ച് ഇൻ സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ. സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിനെയാണ് എന്തെന്ന് പറയുന്നത്? സോലിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. സോ ഒരു സോലിബിലിറ്റി, പല സാൾട്ടിന്റെ സോലിബിലിറ്റി കർവാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇഫ് യുവർ കർവ് ഈസ് മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ, അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു കർവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടുന്നു എന്നാണ്. ഇഫ് യുവർ കർവ് ഈസ് ഹൊറിസോണ്ടൽ ടു യുവർ എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എഴുതുന്ന ഈ ഒരു ആക്സിസ് ആണ്. സോ ഈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് യുവർ കർവ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് സോൾട്ട് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ചേഞ്ച് വരുന്നില്ല എന്നാണ്. ആൻഡ് ഇഫ് യുവർ കർവ് ഈസ് മൂവിങ് ഡൗൺവേർഡ്, ഇങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ മീനിങ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കുറയുകയാണെന്നാണ് കേട്ടോ. അതാണ്. അപ്പൊ ഇത് ഈ ഒരു കേസിൽ സോലിബിലിറ്റി എങ്ങനെയാണ് കൂടുന്നതായിട്ടാണ് കേസാണിത്. ഇനി നെക്സ്റ്റ് നമ്മളൊരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ഒരു സോൾട്ടിന്റെ പേര് പഠിച്ചായിരുന്നു. ഗ്ലോബേഴ്സ് സോൾട്ട് എന്ന് പറയും. സോഡിയം സൾഫേറ്റ്, ഡെക്കാ ഹൈഡ്രേറ്റ്. സോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഒരു 32 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ സോലിബിലിറ്റി കൂടും. ആഫ്റ്റർ 32 അതിന്റെ സോലിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു അനോമലസ് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദർ സോലിബിലിറ്റി ആണ്. വി ഹാവ് 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ: സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ്. ഓക്കെ, സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്?
സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എമൗണ്ടിൽ ഓൾറെഡി ഡിസോൾവ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൊല്യൂഷനകത്ത് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഈസ് കോൾഡ് ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പൊ സാച്ചുറേറ്റഡ് സൊല്യൂഷന് നമ്മൾ പറയാം എന്താണ് ഡെഫിനിഷൻ, എന്താണ്? നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ആ ഒരു സൊല്യൂഷനിൽ യു കനോട്ട് ഡിസോൾവ് ഫർദർ സൊല്യൂട്ട്, ഇനി നമുക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കുന്ന എന്താണ്? അൺസാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് സൊല്യൂഷൻ can still dissolve more amount of solute. അല്ലേ? The amount of solute contained in the solution is less than the saturation level. Saturated ലെവലിനേക്കാൾ കുറവ് സോൾട്ട് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അല്ലേ? നെക്സ്റ്റ് എന്താണ്? സൂപ്പർ സാച്ചുറേറ്റഡ്. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ ദാറ്റ് സൊല്യൂഷൻ കണ്ടെയ്ൻ മോർ ദാൻ ദ സൊല്യൂട്ട് ഈസ് മോർ ദാൻ ദ സാച്ചുറേറ്റഡ് ലെവൽ. സാച്ചുറേറ്റഡ് ലെവലിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷന് പറയുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. സൂപ്പർ സാച്ചുറേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്താന്ന് പഠിച്ചു. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റിനെയാണ് അല്ലെങ്കിൽ സൊല്യൂഷനെയാണ് എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സൊല്യൂഷനകത്ത് എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട്, ദാറ്റ് ഈസ് concentration. So based on the concentration we have two type of solution, dilute and concentrated. Dilute and concentrated. Dilute എന്ന് പറയുമ്പോൾ that solution is having lesser amount of solute. Concentrated means your solution is having more amount of solute. That's all. ഓക്കെ, ഇനി സൊല്യൂഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് 3 ഇക്വേഷൻ. ഫസ്റ്റ് വൺ ഈസ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, second one is mass by volume percentage, and third one is volume by volume percentage. അപ്പൊ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ഇക്വേഷൻ? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ what you have to do? Mass of the solute divided by mass of the solution into 100. Okay. Second case, mass by volume percentage ആണെങ്കിൽ mass of solute divided by volume of solution into 100. Third one is volume by volume percentage വരുമ്പോൾ volume of solute divided by volume of solution into 100. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഇന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഞാനതൊന്ന് ഫസ്റ്റ് ഒന്ന് എല്ലാ പോർഷൻസും പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാമേ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, സോ ആ എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഒരു പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ആണ് പഠിക്കുന്നത്, ദാറ്റ് ഈസ് സസ്പെൻഷൻ. ഓക്കെ, സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ ഹെട്രോജനസ് മിക്സ്ചർ ആണ്. എന്താണ്? ഒരു ഹെട്രോജനസ് മിക്സ്ചർ ആണ്. ബട്ട് അപ്പിയേഴ്സ് ടു it's a heterogeneous, not appears. Okay, it's a heterogeneous mixture. Example ഏതൊക്കെയാണ്? നമ്മുടെ muddy water or chalk powder in water, oil and water, all these are examples for suspension. But suspension the properties important ആണ്, one by one ആയിട്ട് പഠിക്കണം. It is a heterogeneous mixture. Particles is visible with by naked eye. അല്ലേ? നമുക്ക് naked eye നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. Why? Because the particle size is greater than 1000 നാനോമീറ്റർ ആണ്. 1000 നാനോമീറ്ററിലും കൂടുതലാണ് ഇതിന്റെ particle size എന്ന് പറയുന്നത്. And particles will temporarily scatter the beam of light passing through it, making the path visible. നമ്മളൊരു ലൈറ്റ് അടിക്കുകയാണെങ്കിൽ the path of the light will be visible temporarily. Okay, see, this is an unstable mixture, so when we kept them undisturbed, the particles will settle down, and if it settle down, it will not scatter the light anymore. That's why we call them as temporarily scatter the beam of light എന്ന് പറയുന്നത്. Okay, നെക്സ്റ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ആൻ അൺസ്റ്റേബിൾ മിക്സ്ചർ ആണ്. സസ്പെൻഷൻ ഇസ് ആൻ അൺസ്റ്റേബിൾ മിക്സ്ചർ ആണ്. ആൻഡ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ മിക്സ്ചർ ബൈ ഫിൽട്രേഷൻ. സോ ഫിൽട്രേഷൻ എന്ന മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്താൽ വി കുഡ് സെപ്പറേറ്റ് ദം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മിക്സ്ചർ ആണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? കൊളോയിഡ്സ്. സോ കൊളോയിഡ്സ് ഇറ്റ് ഈസ് എ ഹെട്രോജനസ് മിക്സ്ചർ. ഓക്കെ, ഇത് ഹെട്രോജനസ് ആണ്, ബട്ട് അപ്പിയേഴ്സ് ടു ബി ഹോമോജനസ്. നമ്മൾ നോക്കുമ്പോൾ നേക്കഡായി വെച്ച് നോക്കുമ്പോൾ ഹോമോജനസ് പോലെ തോന്നും, ബട്ട് ആക്ച്വലി അതെന്താണ്? ഹെട്രോജനസ് ആണ് കേട്ടോ. സോ ദാറ്റ് കൈൻഡ് ഓഫ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് കൊളോയിഡ്സ്. മിൽക്ക്, ക്രീം, ജം സ്റ്റോൺസ്, സ്മോക്ക്, ഫോഗ്, ക്ലൗഡ്, ഓക്കെ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ കൊളോയിഡ് നമ്മൾ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കൊളോയിഡിനകത്ത് ഇൻ ഓർഡർ ടു മേക്ക് ദ കൊളോയിഡ് വി നീഡ് മിനിമം 2 കമ്പോണൻറ്റ്. സോ ഇറ്റ്സ് എ മിക്സ്ചർ. സോ 2 പേര് വേണം. സോ ആ 2 പേർക്ക് നമ്മൾ ഓരോരോ പേര് പറഞ്ഞു, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് എ
സൊല്യൂട്ട് ലൈക്ക് കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ ദ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഡിസ്പേഴ്സ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്താ പറയുക ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്ന ആരെയാണ് ദ കമ്പോണന്റ് ഇൻ വിച്ച് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് സസ്പെൻഡഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇരിക്കുന്ന ആ ഒരു മീഡിയം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. യൂഷ്വലി ഡിസ്പേർഷൻ മീഡിയം വിൽ ബി പ്രസന്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി, ഡിസ്പേഴ്സ്ഡ് ഫേസ് വിൽ ബി പ്രസന്റ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷനിൽ സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വി ഹാവ് ടു യൂസ് അനദർ ടേം ദാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, ഇനി ദ കൊളോയിഡ്സ് കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയാണ് അവരുടെ ടിൻഡാൽ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ടിൻഡാൽ എഫക്ട്? ഇറ്റ് ഈസ് ദ സ്കാറ്ററിംഗ് ഓഫ് എ ലൈറ്റ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ. അപ്പൊ കൊളോയിഡ്സ് എല്ലാ ടൈമിലും എപ്പോഴും അല്ലെ പെർമനന്റ് ആയിട്ട് എന്ത് കാണിക്കും? ടിൻഡാൽ എഫക്ട് കാണിക്കുന്ന ആൾക്കാരാണ്. What is Tyndall effect? It is the scattering of light. Scattering of light by the colloidal particle is called Tyndall effect. So the path of the light will be visible. അപ്പോൾ നിങ്ങൾ ഒരു മിൽക്കിലൂടെ ലൈറ്റ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് പോകുന്ന പാത്ത് വിസിബിൾ ആവും. ദാറ്റ് ഈസ് Tyndall effect. ഓക്കെ, ഇനി കൊളോയിഡ്സിന്റെ അതർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇറ്റ്സ് എ ഹെട്രോജനസ് ബട്ട് അപ്പിയേഴ്സ് ടു ബി ഹോമോജനസ്. പിന്നെന്താണ്? പാർട്ടിക്കിൾസ് ആർ ടു സ്മോൾ ടു ബി സീൻ ബൈ നേക്കഡ് ഐ. നേക്കഡ് ഐ ഉപയോഗിച്ച് കാണാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ദ പാർട്ടിക്കിൾ സൈസ് ഇസ് 1 to 1000 നാനോമീറ്റർ. ഇൻ ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഈ പർട്ടിക്കിളിന്റെ സൈസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പാകത്തിന് വലിപ്പം ഉണ്ട് താനും. നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൂ, ബട്ട് ദേ ആർ ഏബിൾ ടു സ്കാറ്റർ ദ ബീം ഓഫ് ലൈറ്റ്, സോ ദ ലൈറ്റ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് വിൽ ബി വിസിബിൾ. ഓക്കെ, പാത്ത് ഓഫ് ദ ലൈറ്റ് വിൽ ബി വിസിബിൾ. പിന്നെന്താണ്? ദേ ആർ എ സ്റ്റേബിൾ മിക്സ്ചർ. ദേ വിൽ നോട്ട് സെറ്റിൽ ഡൗൺ വെൻ വി ലെഫ്റ്റ് അൺഡിസ്റ്റർബ്. നമ്മൾ അനക്കാണ്ട് വെച്ചെന്ന് വെച്ചാൽ ഇന്നത്തെ പാർട്ടിക്കിൾസ് ഒന്നും സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ മിക്സ്ചർ. ഓക്കെ, കൊളോയിഡ്സ് ആർ സ്റ്റേബിൾ ആണ്. And they cannot be separated by filtration. We have to use special techniques like centrifugation to separate the particles. Okay, clear ആണല്ലോ? These are the characteristics properties of colloids. So this is a centrifugation machine ആണ്. Centrifugation carry ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. സോ നമ്മൾ ഇതിനകത്ത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം. സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കൊളോയിഡിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒരു ചിലപ്പോൾ ഒരു 1800 റവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ 1800 തവണയൊക്കെ കറക്കുക, അല്ലെങ്കിൽ 2000 തവണയൊക്കെ കറക്കുക. അതാണ് സെൻട്രിഫ്യൂഗേഷനിൽ ചെയ്യുന്നത് കേട്ടോ. അത്രയും ഒരു മിനിറ്റ് അത്രയും തവണയൊക്കെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ. സോ അങ്ങനെ വെൻ യു ആർ ക്യാരിങ് ഔട്ട് ദാറ്റ് ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും, ലൈറ്റർ കമ്പൗണ്ട് ടോപ്പിൽ നിൽക്കും. ഓക്കെ, ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് അല്ലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ based on the physical state of dispersed phase and dispersion medium, we have almost 8 kind of colloids ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് ഡിസ്പേർഷൻ മീഡിയം ഈസ് ഗ്യാസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇസ് ലിക്വിഡ് ആണ്. അതായത് ഗ്യാസിനകത്ത് ലിക്വിഡ് വരുമ്പോൾ അതിന് പറയുന്ന പേര് എയറോസോൾ എന്നാണ്. എക്സാമ്പിൾ നമ്മുടെ ഫോഗും ക്ലൗഡൊക്കെ അല്ലെ, ഗ്യാസിനകത്ത് ലിക്വിഡ് വരുമ്പോഴാണ് ഈ ഫോഗ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് എ കൊളോയിഡ്. ഓക്കെ, ഇനി ഗ്യാസ് എന്ന ഡിസ്പേർഷൻ മീഡിയത്തിനകത്ത് സോളിഡ് കമ്പോണന്റ് ആണ് വരുന്നതെങ്കിൽ അതും എയറോസോൾ എന്നാണ് നമ്മൾ പേര് പറയുന്നത്. പക്ഷെ എക്സാമ്പിൾ സ്മോക്ക് ഒക്കെ ആക്ച്വലി കൊളോയിഡ് ആണ്. നെക്സ്റ്റ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണ്. ഓക്കെ, ലിക്വിഡിനകത്ത് ഗ്യാസ് വരുവാണ്, അപ്പോഴാണ് അങ്ങനെ, അതാണ് നമ്മുടെ ഷേവിംഗ് ക്രീം ഒക്കെ. അതായത് ലിക്വിഡിനകത്ത് ഗ്യാസ് വരുമ്പോഴാണ് ഷേവിംഗ് ക്രീം ഒക്കെ നമ്മൾ മേക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കൊളോയിഡ്. ആ ടൈപ്പ് ഓഫ് കൊളോയിഡിന് പറഞ്ഞ പേര് നോക്കിയേ, ഫോം എന്നാണ്, ഫോം. ഇനി സോളിഡിനകത്ത് ഗ്യാസ് വരാം. നിങ്ങൾ ഈ ഫോം റബ്ബർ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഈ ഓൺലൈനായിട്ടൊക്കെ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് സേഫ് ആയിട്ട് ഒരു ഫോം റബ്ബറിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ഫോം റബ്ബർ. അതിനകത്ത് സോളിഡിനകത്ത് ഗ്യാസ് ആണുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് എ കൊളോയിഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലിക്വിഡിനകത്ത് സോളിഡ് വരാം. ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണ്, അതിനകത്ത് ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. അതിന് നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡിന്റെ പേര് സോൾ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ആൻ ആന്റാസിഡ്. ആസിഡിറ്റിയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. ഓക്കെ, അപ്പം അതെന്താണ്? ലിക്വിഡിനകത്ത് സോളിഡ് വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ പെയിന്റ് ഒക്കെ ആ കാറ്റഗറിയിൽ വരുന്ന, പെയിന്റ് ഒക്കെ കൊളോയിഡ് കാറ്റഗറിയിൽ വരുന്ന, അപ്പൊ അതൊക്കെ സോളാണ് കേട്ടോ. ഇനി സോളിഡിനകത്ത് സോളിഡ് വരാം, അതായത് ബോത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ സോളിഡ്. അങ്ങനത്തെ കേസിൽ അതിന്റെ പേരെന്താണ്? സോളിഡ് സോൾ. എക്സാമ്പിൾ കളേർഡ് ജംസ്റ്റോൺ. ഇനി സോളിഡിനകത്ത് ലിക്വിഡ് വരാം. ഡിസ്പേർഷൻ മീഡിയം കൂടുതൽ അളവിൽ എന്താണ്? സോളിഡ് ആണ്. അതിനകത്ത് കുറഞ്ഞ അളവിൽ ലിക്വിഡ് വരുന്നു. എക്സാമ്പിൾ നമ്മുടെ ജെൽ. ഓക്കെ, ചീസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഈ ജെൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബോത്ത് ആർ ലിക്വിഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ലിക്വിഡ്. അങ്ങനെയുള്ള കൊളോയിഡ് നമ്മൾ എമൽഷൻ എന്ന് പറയും. എക്സാമ്പിൾ മിൽക്ക്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, അതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ്, ഡിസ്പേർഷൻ മീഡിയം ഏതാണ്, എക്സാമ്പിൾ ഏതാണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, യെസ് വൈക.
മാം ഇത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണോ പഠിക്കാൻ? ഇത് മൊത്തം പഠിക്കണ്ടല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മിസ് പറഞ്ഞ 1, 2 ആൻഡ് ദ ലാസ്റ്റ് വൺ. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്ക്. ബാക്കി ഒന്ന് നോക്കി ഇത് വെക്കുക. ക്വസ്റ്റ്യൻസ് എന്തിനായിട്ട് ഇത് വരുന്ന ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം ഇൻ എ സ്മോക്ക്? എന്ത് പറയും? സ്മോക്ക് ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്താണ്? ഗ്യാസ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈ സോളിഡ്, ലൈക്ക് ദാറ്റ്. അങ്ങനെ ചോദിക്കാം കേട്ടോ. യെസ്, അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കുക. ഫസ്റ്റ് മിസ് പറഞ്ഞു ഒന്നാമത്തെ, രണ്ടാമത്തെ ആൻഡ് ലാസ്റ്റ് വൺ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക. അതായത് ഫോഗ്, ക്ലൗഡ്, സ്മോക്ക്, മിൽക്ക്. ഓക്കെ, എസൈനറ്റ്. മാം, നമ്മുടെ സസ്പെൻഷനിലെ ടിൻഡാൽ എഫക്റ്റോ? അതാ പറഞ്ഞേ, ലൈറ്റിന്റെ ടിൻഡാൽ എഫക്റ്റ് കാണിക്കും പാർഷ്യലി അല്ലെങ്കിൽ ടെമ്പറലി. അതായത് അത് ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കുന്ന ടൈമിൽ, അല്ല പാർട്ടിക്കിൾസ് ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ടിൻഡാൽ എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അതാണ് അതിൽ ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആകുന്നുണ്ട്. ബട്ട് അതെന്താണ്? ടെമ്പറലി ആണ്, പെർമനന്റ് ആയിട്ടില്ല. പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണിക്കില്ല? പിന്നെ ആ പറയുന്ന എഫക്റ്റ് കാണിക്കില്ല. ഓക്കെ, അത് കൊളോയിഡ്സ് ആണ് പെർമനന്റ് ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് കൊളോയിഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ ആ എന്താണ് ടിൻഡാൽ എഫക്റ്റിനെ പറയുന്നത് തന്നെ. ഇറ്റ് ഇസ് ദ സ്കാറ്ററിംഗ് ഓഫ് എ ലൈറ്റ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഡെഫിനിഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നമ്മൾ കൊളോയിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്. ബട്ട് സസ്പെൻഷൻ പാർഷ്യലി അല്ലെങ്കിൽ ടെമ്പറലി കാണിക്കും, കുറച്ച് നേരത്തേക്ക് മാത്രം. ഓക്കെ, ഓക്കെ. ഇന്നലെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് നമുക്കുണ്ടല്ലോ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് നമ്മൾ ഇന്നലെ ചെയ്തില്ലായിരുന്നു. സോ ലെറ്റ്സ് ഡു ദാറ്റ് ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, യെസ്, മിസ് ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അല്ലേ? യെസ്. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൻസേഴ്സ് ട്രൈ ചെയ്യണേ. ബുക്കും പെന്നൊക്കെ ഉണ്ടല്ലോ. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A solution of urea in water has 60 gram of urea in 120 gram of solution. Find out the mass percentage of the solution. You have to calculate the mass percentage of the solution. നമുക്ക് തന്നിട്ടുണ്ട് യൂറിയ 60 gram ആണ്, സൊല്യൂഷൻ 120 gram ആണെന്ന് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ഗിവൺ ദ ക്വാണ്ടിറ്റീസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മാസ് പെർസെൻറ്റേജ് കാണിക്കണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വി ഹാവ് 3 ഇക്വേഷൻസ്, റൈറ്റ്? നമ്മൾ പഠിച്ചല്ലോ. അതിൽ ഏത് ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. വിച്ച് ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു യൂസ് ടു കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഇൻ ദിസ് കേസ്? 1 or 2 or 3? Yes. Yes. Okay. Yes. Okay. So ഏതാണ് സിയാനെ? മാം, ഫസ്റ്റ് വൺ. ഫസ്റ്റ് ഇക്വേഷൻ ആക്ച്വലി ക്വസ്റ്റിനിൽ തന്നെ പറയുന്നുണ്ട് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സിയാൻ അൺമ്യൂട്ട് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേ. സോ നമ്മൾ എന്താണ് മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എന്താണ് സിയാനെ മാസ് ബൈ മാസ് പെർസെന്റേജ് ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെയാണല്ലോ. നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുമ്പോഴും ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഇക്വേഷൻ എഴുതിക്കോളുക. ഓക്കെ, ഇനി തന്നിരിക്കുന്ന എന്തൊക്കെയാ? സൊല്യൂട്ട് തന്നിട്ടുണ്ട്, സൊല്യൂഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ് സിയാനെ? 16/20. 60/20യോ? അല്ല, 120, സോറി. ഓക്കെ. സി, മാസ് ഓഫ് സൊല്യൂട്ട് ആണ് മക്കളെ, യൂറിയ ആണ് തന്നിട്ടുള്ളത്. യൂറിയ ഇൻ വാട്ടർ ആണെന്ന് പറഞ്ഞു. അപ്പം യൂറിയ ആണ് നിങ്ങളുടെ സൊല്യൂട്ട് അല്ലേ? വാട്ടർ ആണ് നിങ്ങളുടെ സോൾവെന്റ്. അപ്പം സൊല്യൂട്ടിന്റെ മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 60 gram എന്ന് തന്നിട്ടുണ്ട്. അപ്പം മാസ് ഓഫ് സൊല്യൂട്ട് 60 gram എന്ന് കൊടുക്കാം. മാസ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ടല്ലേ, 120 gram ഓഫ് സൊല്യൂഷൻ എന്ന് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 120 gram ഇൻറ്റു 100. ഓക്കെ, എത്രയാ കിട്ടുന്നത്? അതായത് 60 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 അല്ലേ? എന്ത് കിട്ടും? 60 ഇൻറ്റു 10/12 അല്ലെങ്കിൽ 160 ഡിവൈഡഡ് ബൈ 12. എത്രയാണ് 160 ഡിവൈഡ് ബൈ 12 കിട്ടുക?
കിട്ടിയോ? എത്രയാണ്? യെസ് 13.333 എന്ന് പറഞ്ഞ അത്രയും പെർസെൻറ്റേജ് കിട്ടും. സി അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുക അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. വിച്ച് ഇക്വേഷൻ ദാറ്റ് യു ഹാവ് ടു യൂസ് നോക്കിയോളുക. ഓക്കെ, ഇവിടെ ഇപ്പം മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്, ഗ്രാമിലാണ്. സൊല്യൂഷന്റെ മാസം തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ഗ്രാം. സോ ഡയറക്ട്ലി ആ വാല്യൂസ് പുട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ, ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ചെയ്തോ? എഴുതിയോ? എല്ലാവരും എഴുതി? ശ്രീഗൗരി, ആൽവിൻ, നവീൻ, ഏഞ്ചലോ ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരാധ്യ, എവിൻ ഓക്കെ ആണ്? യെസ് വൈഗ. മാം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെങ്ങനെ ചെയ്യണ്ടേന്ന് ഇതുവരെ. മോളെ നോക്ക്, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ ഈ തന്നിരിക്കുന്നത് ഈ മൂന്ന് ഇക്വേഷൻസ് ആണ്. ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ടാണ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ സൊല്യൂഷനകത്ത് എത്ര സൊല്യൂട്ട് ഉണ്ടെന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് മാസ് പെർസെൻറ്റേജ്, അതായത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. അപ്പം ഇവിടെ നോക്കിയോ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, ഇവിടെ തന്നിരിക്കുന്നത് 16 ഗ്രാം യൂറിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 120 ഗ്രാം ഓഫ് സൊല്യൂഷൻ കിട്ടി എങ്കിൽ ഇതിന്റെ മാസ് പെർസെൻറ്റേജ് എത്ര എന്നാ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിക്കോ, അതായത് യൂറിയ സൊല്യൂട്ടിന്റെ അളവും മാസിൽ തന്നു, സൊല്യൂഷന്റെ അളവും മാസിൽ തന്നു. ബോത്ത് ആർ ഗിവൺ ഇൻ മാസ്. സോ നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. സോ മാസ് ഓഫ് സൊല്യൂട്ട് 16 ആണ്, മാസ് ഓഫ് സൊല്യൂഷൻ 120 ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് പുട്ട് ദോസ് വാല്യൂസ് ഇൻ യുവർ ഇക്വേഷൻ. അപ്പൊ 16 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 സോൾവ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 13.333. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ്. അത്രയാണ് ഈ ഒരു സൊല്യൂഷനകത്ത് യൂറിയ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഈ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 100 ഗ്രാം വെള്ളത്തിനകത്ത് ഇപ്പൊ 13.33% യൂറിയ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഐഡിയ. ഇത്രയും പെർസെൻറ്റേജ് ആണ് അതിനകത്തുള്ളത്. ദാറ്റ്സ് മാസ് പെർസെൻറ്റേജ് വെച്ച് അങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എസ് ദേവപ്രസാദ്. മാം എനിക്ക് സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല, എപ്പോഴാ ജോയിൻ ചെയ്തത്? സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കുഞ്ഞെ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിയേ കേട്ടോ. ഓക്കെ, alright. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, a solution contain 50 ml alcohol mixed with 150 ml of water. Calculate the concentration of solution. You have to find out the calculation of this solution. You have mixed a 50 ml of alcohol in a 150 ml water. ചെയ്തു. ഫസ്റ്റ് നോക്കുക, തന്നിരിക്കുന്നത് ഏത് ഇക്വേഷനാ യൂസ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? ജോയലെ, ഏത് ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ജോയലെ? ഫസ്റ്റ് ഇക്വേഷൻ ആണോ? ഏതാ ഫസ്റ്റ് ഇക്വേഷൻ ജോയലെ? ഓക്കെ, മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാ മോനെ ജോയലെ മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ് കിട്ടിയത്? എങ്ങനെയാ? രണ്ടെണ്ണത്തിന്റെ മില്ലി ലിറ്ററിലാണ് നോക്കുന്നത്. ആ, 2 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? മാസിന്റെ യൂണിറ്റ് ആണോ മില്ലി ലിറ്റർ? മാസിനെ നമ്മൾ മില്ലി ലിറ്ററിലാണോ ജോയിലെ പറയാ? മാസ് നമ്മൾ പറയുന്നത് ഗ്രാം, കിലോഗ്രാം ഓർ മില്ലിഗ്രാം, ഇതൊക്കെയല്ലേ മാസിന്റെ യൂണിറ്റ്. ഈ എം എൽ എന്ന് പറയുന്നത് ആരുടെ യൂണിറ്റാ? എം എൽ, ലിറ്റർ, ഇതൊക്കെ ആരുടെ യൂണിറ്റാ? വോളിയത്തിന്റെ യൂണിറ്റാ കേട്ടോ. ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് വോളിയം.
സോ ബോത്ത് എം എൽ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വോളിയത്തിന്റെ യൂണിറ്റ് ആണ്, വോളിയം ആണ്. അപ്പൊ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? രണ്ടും വോളിയത്തിൽ തരുമ്പോ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആ, ഏത് ഇക്വേഷനാ ജോയലെ? മാം തേർഡ്. തേർഡ് വൺ, വോളിയം ബൈ വോളിയം പെർസെന്റേജ് കേട്ടോ. ഇനി ഇത് ചെയ്ത് നോക്കുക. യു ഹാവ് ടു യൂസ് ദ തേർഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് വോളിയം ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇപ്പൊ കിട്ടിയല്ലോ, മൂന്നാമത്തെ ഇക്വേഷൻ. അത് എങ്ങനെയാ കിട്ടിയേ? സി, ദ ക്വസ്റ്റ്യനിൽ നമുക്ക് സൊല്യൂട്ടും സോൾവെന്റും തന്നിരിക്കുന്നത് വോളിയത്തിലാണ്, എം എല്ലിലാണ് തന്നിരിക്കുന്നത്. എം എൽ ഇസ് ദ യൂണിറ്റ് ഓഫ് വോളിയം. സോ യു ഹാവ് ടു ഗോ ഫോർ ദ തേർഡ് ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയം ബൈ വോളിയം പെർസെന്റേജ് ആണ്. സോ വോളിയം ബൈ വോളിയം പെർസെന്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ്. ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ? ഞാൻ പറയണ്ടല്ലോ. നമുക്ക് ഗഗനെ, എന്തായിരുന്നു ഇക്വേഷൻ? ഹൗ വി ആർ കാൽക്കുലേറ്റിംഗ് ദ വോളിയം ബൈ വോളിയം പെർസെന്റേജ്? Volume of the solute by volume of the solution into 100. Okay, volume of solute divided by volume of solution into 100. Okay, ഗഗൻ, ഇവിടെ വോളിയം ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 50. ഓക്കെ, നമ്മൾ എടുക്കുന്നത് എന്താണ്? കുറഞ്ഞ അളവിലുള്ള ആള് 50 ml ആൽക്കഹോൾ ആണ് എടുക്കുന്നത്. ഓക്കെ, 50 ml. വോളിയം ഓഫ് സൊല്യൂഷനോ? 150. ആണോ? അല്ല, Um, അവിടെ തെറ്റി. ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാ മക്കളെ? മോനെ, 50 ml ആൽക്കഹോൾ 150 ml വാട്ടറിനകത്തോട്ട് മിക്സ് ചെയ്താൽ ഫൈനലി ഇപ്പൊ എത്രയാ വോളിയം? 150. 150 ഉള്ളോ? 150 ഉള്ളോ? ആണോ ഗഗനെ? 150 plus 50. 150 പ്ലസ് 50 വരില്ലേ? ഇപ്പൊ ഫൈനൽ വോളിയം അതായില്ലേ? രണ്ടും എം എൽ തന്നാ അത് ശ്രദ്ധിക്കേണ്ട, ക്വസ്റ്റ്യൻ ഇതാ ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ തെറ്റിപ്പോന്നേ. സി, ഇവിടെ ഫൈനൽ വോളിയം എന്ന് പറയുമ്പോ എത്രയാ മക്കളെ? നിങ്ങൾ മിസ് ഇന്നലെ പറഞ്ഞു, നമ്മളൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 ml വാട്ടർ എടുത്തു. 100 ml വാട്ടറിനകത്തോട്ട് 100 ml പാലും മിൽക്കും ഒഴിച്ചു. ഇപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തുമ്പോൾ ഫൈനൽ വോളിയം എത്രയാണ്? ചായയുടെ വോളിയം എത്രയാണ്? 100 പ്ലസ് 100 200 ml അല്ലേ? അപ്പൊ വോളിയം ഇവിടെ എന്തായി മക്കളെ? ഇത് 150 വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ആഡ് 50 പ്ലസ് 150 ഇൻറ്റു 100. സോ 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 കേട്ടോ. അപ്പൊ മാസ് പെർസെന്റേജ് എത്ര കിട്ടും? 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? ഈ 0 ക്യാൻസൽ ചെയ്യുക. സോ 50 ഡിവൈഡഡ് ബൈ 2 എത്ര? 50 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോ എത്രയാ? 50 ബൈ 50 ബൈ 2. 25. 25. എത്രയാണ് പെർസെന്റേജ്? 25%. വോളിയം ബൈ വോളിയം പെർസെന്റേജ് ആണ്, ഇസ് 25%. ക്ലിയർ ആയോ? ആദ്യം കുറെ ആൾക്കാർക്ക് 33.3 എന്നൊക്കെ വന്നില്ലേ? ഇപ്പൊ കണ്ടോ എന്താണ് ആൻസർ? 25%. ഇപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഗിവൺ എന്ന് നോക്കണം. ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യനിനകത്ത് വോളിയം ഓഫ് സൊല്യൂട്ടും വോളിയം ഓഫ് സോൾവെന്റും ആ തന്നത്. വോളിയം ഓഫ് സോൾവെന്റ് ആ തന്നെ. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചോ, ഇവിടെ 150 ml ഓഫ് വാട്ടറിന് പകരം 150 ml ഓഫ് സൊല്യൂഷൻ എന്നാ തന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ 150 എന്ന് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. വ്യത്യാസം മനസ്സിലായോ? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിനകത്ത് ഇഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 50 ml ഓഫ് ആൽക്കഹോൾ ഇൻ എ 150 ml സൊല്യൂഷൻ എന്നായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇക്വേഷനകത്ത് 50 ഡിവൈഡ് ബൈ 150 വരുള്ളൂ. ഇവിടെ സൊല്യൂഷൻ അല്ല തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് ഗിവൺ സോൾവെന്റ് എന്നായതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടി വന്നത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടോ? ഓക്കെ, എങ്ങനെയാ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് മനസ്സിലായില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുഹമ്മദ് ലിബൻ, നവീൻ, ഓക്കെ. ഫാത്തിമ, ആൽവിൻ, ദാറ്റ് ഓക്കെ. ശ്രീ ഗൗരി, നേഹ, യെസ്. വേദിക, പറയൂ വേദിക. 2 വേദികയുണ്ടല്ലേ? യെസ്, പറയൂ മോളെ. വേദിക, can you please? നേരത്തെ ചെയ്തത് ഏതാ? മാസ് ബൈ വോളിയം ആണോ ചെയ്തത് നേരത്തെ? അല്ല, മാസ് ബൈ മാസ് പെർസെന്റേജ്. ഇവിടെ രണ്ടും മാസിലാ തന്നിരിക്കുന്നേ. ഓക്കെ. അപ്പൊ ഈ മാസ് ബൈ വോളിയം ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും? മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ അത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ കാണുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ ഇട്ട് തരാം. ഇത് നീട്ടിയേ. നമുക്കൊരു അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം.
Okay. Yes. Yes. Okay. This is the next question. 500 ml of solution contain 20 gram of sodium chloride. Calculate the mass percentage. Vedika, e question. Okay. So this one. 500 ml of solution contain 20 gram of sodium chloride. Calculate the concentration of the solution. ചെയ്തോ എല്ലാരും ചെയ്തോ നവമി നമ്മൾ ഏത് ഇക്വേഷനോ യൂസ് ചെയ്യേണ്ടത് നവമി Equation. കേട്ടില്ല Second equation. സെക്കൻഡ് ഇക്വേഷൻ എന്താണത് Mass of the solute. മാസ് ബൈ വോളിയം പെർസെന്റേജ് അല്ലേ അതായത് മാസ് ഓഫ് Solute സൊല്യൂട്ട് divided by volume of solution യെസ് വോളിയം ഓഫ് സൊല്യൂഷൻ into 100. ഇൻറ്റു 100. ഓക്കെ ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാ 20. 20 gram. വോളിയം ഓഫ് സൊല്യൂഷൻ 500 into 100. ഓക്കെ വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാണ് 500. ഓക്കെ വോളിയം ഓഫ് സൊല്യൂഷൻ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 500 ml ഓഫ് സൊല്യൂഷൻ എന്നാണ് സോ ഡയറക്ട്ലി ഇറ്റ് ഈസ് ഗിവൺ 500 ml ഇൻറ്റു 100 എത്രയാണ് 4. yes 20/5 അല്ലേ 20/5 is equal to 4%. That's all. Okay. Okay. Not 4%. 4% ആണോ കുറെ പേർക്ക് കിട്ടിയേ ആ ഓക്കെ 20/5 is equal to 4%. Yes. എന്താണ് 4% അല്ലേ യെസ് വേദിക മാം ഒന്നുകൂടെ കാണിച്ചു തരാമോ ഇത് മോളെ ഈ ക്വസ്റ്റിൽ നോക്കിക്കോ ഇവിടെ എത്ര സൊല്യൂട്ട് എത്രയാ 20 gram. സൊല്യൂട്ട് ഗ്രാമിൽ തന്നു സൊല്യൂഷന്റെ വോളിയത്തിലാ തന്നെ കണ്ടോ 500 ml ഓഫ് സൊല്യൂഷൻ വോളിയത്തിൽ തന്നു അപ്പം സൊല്യൂട്ട് മാസിലും സൊല്യൂഷൻ വോളിയത്തിലും തരുമ്പോൾ മാസ് ബൈ വോളിയം പെർസെന്റേജ് സെക്കൻഡ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അതായത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ദാറ്റ്സ് അവർ ഇക്വേഷൻ ഓക്കെ അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര 20 വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര 500 അപ്പൊ 20/500 ഇൻറ്റു 100 ഓക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഡബിൾ സീറോ ഉണ്ട് ഇവിടെ ഡബിൾ സീറോ ഉണ്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു അപ്പൊ ബാക്കി എത്ര 20/5 എന്ന് വെച്ചാൽ എത്രയാണ് 4%. ഓക്കെ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് ഓക്കെ എസ് മുഹമ്മദ് ഓക്കെ ക്ലിയർ ആയോ സോ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം മാസ് ബൈ വോളിയം ആണോ വോളിയം ബൈ വോളിയം ആണോ മാസ് ബൈ വോളിയം ആണോ എന്നുള്ളത് ഓക്കെ ഇനി സെക്കൻഡ് ഇക്വേഷനിൽ പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് അത് തെറ്റില്ല ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന വാല്യൂ കൊടുത്താൽ മാത്രം മതി പക്ഷെ ഫസ്റ്റിലും തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ മാസ് ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂട്ട് പ്ലസ് വോളിയം ഓഫ് സോൾവെന്റ് ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം അത് ശ്രദ്ധിക്കണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സോൾവെന്റിന്റെ മാസ് ആണോ അതോ സൊല്യൂഷന്റെ മാസ് ആണോ തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെയാണ് തെറ്റിപ്പോകുന്നത് ഓക്കെ സൊല്യൂഷന്റെ മാസ് ആണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ കൊടുക്കാം സോൾവെന്റിന്റെ മാസ് തന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആഡ് ചെയ്തിട്ട് സൊല്യൂഷന്റെ മാസ് എഴുതേണ്ടി വരും ഓക്കെ ആണല്ലോ ഓക്കെ ക്ലിയർ സോ നമുക്ക് ഇനി വർക്കൗട്ട് സെക്ഷനിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ഓക്കെ യെസ് അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് കാണാം അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നോട്ട്ബുക്കിലോട്ട് ആൻസേഴ്സ് എഴുതാം മിസ് ഓരോരുത്തരായിട്ട് വിളിക്കും കേട്ടോ വിളിക്കുമ്പം ആ വിളിക്കുന്ന ആൾക്കാർ ആൻസേഴ്സ് പറഞ്ഞാൽ മതി സോ ദിസ് ഈസ് യുവർ അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരെങ്കിലും ഫാസ്റ്റ് ആയിട്ട് എഴുതി കഴിയുകയാണെങ്കിൽ യു ക്യാൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ പൊയ്ക്കോളൂ മിസ് വിളിക്കാം ഓക്കെ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്
A student was given a solution of a substance X. On passing a beam of light through it, the path of the light became visible. However, after leaving the solution undisturbed for 24 hours, no settling was observed. Is the solution is a true solution or colloid or suspension? You have to give your reason. ഇത് എന്ത് തരം സൊല്യൂഷൻ ആണ് ഈ എക്സ് എന്ന് പറയുന്നത്? ഓക്കെ, അതാണ് നിങ്ങൾ പറയേണ്ടത്. കൊളോയിഡ് ആണോ, ട്രൂ സൊല്യൂഷൻ ആണോ, സസ്പെൻഷൻ ആണോ, ആൻഡ് ഹൗ യു അറൈവ്ഡ് ഇൻ ടു ദാറ്റ് കൺക്ലൂഷൻ, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അപ്പം ആൻസേഴ്സ് എഴുതാം. ഓക്കെ, എന്താണ് വൈക? അൺമ്യൂട്ട് ചെയ്തോ? മാം ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ ഈ ഒരു ഇത് കിട്ടും, നിങ്ങൾക്ക് വർക്കൗട്ട് PPT ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറെ കോൺടാക്ട് ചെയ്ത് മേടിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് റൈറ്റ് ഡൗൺ ദി ആൻസേഴ്സ് ഓൺലി. ഓക്കെ, നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, this is like what do you think, what kind of solution is this? Like, can you answer? It's colloid. Colloid. Why? Path of light become visible when pass it through it, which indicates the tidal effect. Okay. അപ്പോൾ സസ്പെൻഷൻസും പാത്ത് ഓഫ് ദ ലൈറ്റ് കാണിക്കാറില്ലേ? സസ്പെൻഷൻസും ലൈറ്റ് പോകുന്ന പാത്ത് കാണിക്കാറില്ലേ? പാത്ത് ഓഫ് ദ ലൈറ്റ് ഈസ് വിസിബിൾ ഇൻ കേസ് ഓഫ് സസ്പെൻഷൻ ഓൾസോ, റൈറ്റ്? Then how will you conclude that it's a colloid, not a suspension? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ തന്നെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്, ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. കിട്ടുന്നില്ല. ഓക്കെ, വൈഷ്ണവി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. വൈഷ്ണവി അറിയാണ്ട് ഹാൻഡ് റൈസ് ചെയ്തായി പോയതായിരുന്നോ? ഓക്കെ, ലസിയ. Because the solution when it is undisturbed for 24 hours but no settling was observed, so it's a colloid. So that's a colloid. Yes, that's correct. മക്കളെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എന്താ ക്വസ്റ്റ്യൻ? ഒരു സൊല്യൂഷൻ, എക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ, അതിനകത്തോട്ട് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആകുന്നത് രണ്ട് മിക്സേഴ്സ് ആണ്, ഒന്ന് സസ്പെൻഷനും രണ്ട് കൊളോയിഡും. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം? ട്രൂ സൊല്യൂഷനിൽ പാത്ത് ഓഫ് ദ ലൈറ്റ് വിസിബിൾ അല്ല, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ റൂൾ ഔട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഉള്ളത് കൊളോയിഡും സസ്പെൻഷൻ ആണ്. ഈ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, however when the solution is kept undisturbed for 24 hours, അതായത് 24 hours നമ്മൾ അനക്കാണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ട് വെക്കുമ്പോൾ നോ സെറ്റിലിംഗ് വാസ് ഒബ്സർവ്ഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ സെറ്റിലിംഗ് ഒന്നും നടക്കുന്നില്ല. സസ്പെൻഷൻ സെറ്റിൽ ചെയ്യും, നിങ്ങൾക്ക് അറിയാലോ, സസ്പെൻഷൻ വിൽ സെറ്റിൽ ഡൗൺ. ഓക്കെ, whereas colloids won't. അപ്പൊ ആൻസർ ഏതാണ്? കൊളോയിഡ്സ്. ഓക്കെ, എന്താണ് ആൻസർ? ഏതാണ് ഇവിടെ ഈ തന്നിരിക്കുന്ന സൊല്യൂഷൻ ഏതാണ്, അല്ലെങ്കിൽ ഈ മിക്സർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണ്? കൊളോയിഡ് ആണിത്. ഓക്കെ, കൊളോയിഡ്സ് ആണ് ലൈറ്റിനെ എന്താണ് എപ്പോഴും ഫുൾ ടൈം എന്താണ് ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആക്കുന്നതും, ആൻഡ് ദേ ആർ സ്റ്റേബിൾ ആണ്. ദേ ആർ സ്റ്റേബിൾ മിക്സർ ആണ്, ആൻഡ് ദേ ഷോ ടിൻഡാൽ എഫക്ട് ത്രൂ ഔട്ട്, അല്ലെ? ടിൻഡാൽ എഫക്ട് എപ്പോഴും കാണിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് കൊളോയിഡ് ആണ്. സസ്പെൻഷൻ ടെമ്പറലി മാത്രമേ ലൈറ്റിനെ പാസ് ചെയ്യിക്കുള്ളൂ, ആൻഡ് സസ്പെൻഷൻസ് ആർ അൺസ്റ്റേബിൾ മിക്സ് ആണ്. ഇത് സെറ്റിൽ ഡൗൺ ചെയ്യും. അൺസ്റ്റേബിൾ മിക്സർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ ടു എവരിവൺ? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക. ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് പേടിക്കൊന്നും വേണ്ട.
സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ഒന്നെങ്കിൽ കൊളോയിഡ് അല്ലെങ്കിൽ സസ്പെൻഷൻ. സോ അതിലേത് എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് തന്നിരിക്കുന്നത്. വെൻ വി കെപ് ദറ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ 24 hours, നോ സെറ്റിലിംഗ് ഒബ്സർവ്. സോ നോ സെറ്റിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ സ്റ്റേബിൾ മിക്സർ ആണ്. സ്റ്റേബിൾ മിക്സർ വിച്ച് ഷോ ടിൻഡാൽ എഫക്ട് എന്ന് പറയുന്നത് ആൻസർ കൊളോയിഡ് മാത്രമാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന മിക്സേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം അല്ലെ. സസ്പെൻഷൻ, കൊളോയിഡ്, ട്രൂ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഒരു 5 or 6 എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ടും എല്ലാവരും പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. എങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, okay. Srigauri, can you define solubility, Srigauri? Yes, ma'am. It is a maximum amount of solute that has dissolved in a particular quantity. Particular quantity എന്ന് പറയുന്നത് ഫിക്സ് ആണ്. ദാറ്റ്സ് 100 gram. 100 or yeah. 100 gram of solvent. Yes, solvent. അത്രയും പറഞ്ഞാൽ മതിയോ, അതോ അതിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? There are two types of. ഡെഫിനിഷൻ പ്രോപ്പർ ആയില്ല, ഒരു പോയിന്റും കൂടെ വേണം. Huh? ഒരു പോയിന്റും കൂടെ ഉണ്ടെങ്കിൽ അത് ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. വാട്ട് ഈസ് ദാറ്റ് പോയിന്റ്? The amount. It is Amount of dissolved in solute that water can or dissolve. 100 gram of solvent. solvent is But- called as. Huh? ഒന്നും കൂടെ. ഒരു പോയിന്റ് മിസ് ഔട്ട് ആയിപ്പോ എങ്കിലും നമുക്ക് അതിന് സോലിബിലിറ്റി. ശ്രീറാം, This is the maximum amount of solute dissolved in 100 gram of solvent at a given temperature. കേട്ടോ മോളെ ശ്രീഗൗരി, അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ അത് പറയണം. ടെമ്പറേച്ചർ മാറിയാൽ സോലിബിലിറ്റി മാറിപ്പോവും, ചേഞ്ച് ആകും. ഓക്കെ, Okay, ma'am. ഓക്കെ. ശ്രീറാം, can you please unmute us? Can you raise hand once again, ശ്രീറാം? ഓക്കെ, ശ്രീറാം, എങ്ങനെയാണ് മോനെ ടെമ്പറേച്ചറും സോലിബിലിറ്റിയും ആ വേരിയേഷൻ എങ്ങനെയാണ്? Can you explain that one? ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ എങ്ങനെയാ മോനെ സോലിബിലിറ്റി വേരി ചെയ്യുന്നത്? Temperature increase ആവുമ്പോൾ ടെമ്പറേച്ചർ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ സോലിബിലിറ്റി? അത് കൂടുവോ, കുറയുവോ, അല്ലെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും. കൂടും. എല്ലാ കേസിലും അങ്ങനെയാണോ? അല്ല, പിന്നെയോ? അല്ല, ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. ഏത് കേസില്? കിട്ടുന്നില്ല. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സോലിബിലിറ്റി കർവ്, ശ്രീറാം? Solubility കർവ്. the graph drawn for the change of solubility of a substance with the rise or fall in temperature. ഓക്കെ, വെരി ഗുഡ്. ഇത് സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിനാണ് പറയുന്നത്. യെസ്, നമ്മൾ സോലിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്. ഓക്കെ, ഓൾ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2. Ainet, സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ, ആ ചേഞ്ച് എങ്ങനെയാ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മിക്സ്ചേഴ്സിന് സൊല്യൂഷൻ ഒന്ന് പറയാമോ? What happened to the solubility when we change the temperature? The solubility increases when we change the temperature. When we increase the temperature. In all But cases, എല്ലാ കൈൻഡ് ഓഫ് മിക്സേഴ്സിലും അങ്ങനെയാണോ? No, in some cases, when we increase the temperature, the solubility will decrease. ഓക്കെ, സോ അത് അങ്ങനെ ചോദിക്കുമ്പോൾ മക്കളെ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയാ. ഇഫ് യു ആർ ഹാവിംഗ് എ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ, ജനറലി ആസ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സോലിബിലിറ്റി ഇൻക്രീസസ്. Okay, generally, but there are some salt whose solubility decreases with the rise in temperature, and for some solids, their solubility remain unaffected by rise in temperature. If you are having gas in liquid kind of solution, then your solubility will decreases with increase in temperature. ഇതാണ് with this different cases. കേട്ടോ, അത് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ, യെസ്. So the third question, what are the factors affecting solubility and how they are affected? അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൻസർ അല്ലേ. ഇത് ആരൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും? നവീനെ, can you please reproduce this answer? Third one, what are the factors affecting solubility?
and how they are affected. Ma'am, the factors affecting are temperature, then the solids. In solids, when the temperature increases, the solubility also increases, and Okay. in gases, temperature increases, the solubility decreases. Okay, good. Temperature മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ നവീനെ? I don't know. Temperature. You don't know. Okay, ഫാത്തിമ ഏതെങ്കിലും വേറൊരു പോയിന്റും കൂടെ ഉണ്ടോ ഫാത്തിമ? അത് only temperature. Can you please unmute first? Yes, ma'am. ഏതാണ്? What are the factors affecting solubility? Naveen said temperature. Is that Pressure. pressure? കേട്ടോ നവീനെ പ്രഷറും ഉണ്ട്. So what is the effect of pressure on solubility, Fatima? Pressure mainly affect gases. Pressure mainly produce effect only on case of gases. Okay, what is that effect? When you increase the pressure, what happened to the solubility of gases? Solubility of gas increase when pressure increases. Yes, very good. Kato Navine, gases, if you're having a gas in liquid kind of solution, if you raise the pressure, the solubility will increase. But if you're having solid liquid kind of solution, then pressure ni യാതൊരു എഫക്റ്റ് ഇല്ല. But generally നമുക്ക് പറയാം മക്കളെ തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് മിസ് പറയുന്നത്. What are the factors affecting solubility and how they are affected എന്ന് ചോദിക്കുമ്പോൾ the factors affecting solubility എന്ന് പറയുന്നത് temperature and pressure ആണ്. Temperature and pressure. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നിങ്ങൾ പഠിച്ചത്. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ ജനറലി ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലിബിലിറ്റി ഇൻക്രീസസ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ സോലിബിലിറ്റി ഡിക്രീസസ്. ദാറ്റ് ഇസ് എ ജനറൽ കേസ്. ഇനി പ്രഷറിന്റെ കേസ് ആണെങ്കിൽ സോളിഡ് ലിക്വിഡ് മിക്സറിന് പ്രഷറിന് യാതൊരു എഫക്റ്റും ഇല്ല. വെദർ യു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ പ്രഷർ, സോലിബിലിറ്റി ഡസ് നോട്ട് ചേഞ്ച്. ബട്ട് ഇഫ് യു ആർ ഹാവിംഗ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ, ഇഫ് യു റൈസ് ദ പ്രഷർ, സോലിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇനി ടെമ്പറേച്ചർ കൂട്ടിയാൽ അവിടെ സോലിബിലിറ്റി കുറയും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് ദ ഫാക്ടേഴ്സ് അഫക്ടിങ് സോലിബിലിറ്റി ആൻഡ് ഹൗ ദേ ആർ എഫക്റ്റഡ് എന്ന് ചോദിക്കുമ്പോൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ സ്ലൈഡിലുള്ള 3 ക്വസ്റ്റ്യന്റെ ഏതെങ്കിലും ആൻസർ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? ക്യാൻ ഐ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്? ഓക്കെ, ദേവാംഗന ഓക്കെ ആണോ? ഓക്കെ. And Sri Gauri, Vedika, both Vedika, yes, sign it. Every 1 minute. Yes, sign it. സോറി മാം, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പ്രഷർ ഗ്യാഷ്യസ് ലിക്വിഡില് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ്. പ്രഷർ ആണെങ്കിൽ ഗ്യാസിന്റെ കേസിൽ പ്രഷർ കൂട്ടിയാൽ സോലിബിലിറ്റി കൂടും. ഓക്കെ മാം. ഓക്കെ, പ്രഷർ കുറച്ചാൽ സോലിബിലിറ്റി കുറയും, ഡിക്രീസസ്. ഇൻ കേസ് ഓഫ് ഗ്യാസസിൽ മാത്രം, പ്രഷറിന് ആരിൽ മാത്രമേ എഫക്റ്റ് ഉള്ളൂ? ഗ്യാസിൽ മാത്രമേ എഫക്റ്റ് ഉള്ളൂ. സോളിഡ് ഇൻ ലിക്വിഡിൽ എഫക്റ്റ് ഇല്ല. ഓക്കെ, സോളിഡ് ലിക്വിഡിന് എഫക്റ്റ് ഇല്ല. ഇനി ഇതേ ഗ്യാസിൽ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കുറയുവാണ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഗ്യാസസ്. ഓക്കെ, യെസ്. ഓക്കെ, ദിസ് ഇസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th വൺ. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഒരു 7 വരെയുള്ള ക്വസ്റ്റ്യൻ ഇവിടെ കാണും. നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എല്ലാവർക്കും ആൻസേഴ്സ് എഴുതാം കേട്ടോ. ആൻഡ് മീൻ വൈൽ ഞാൻ കുറച്ച് ആൾക്കാരെ വിളിക്കട്ടെ. ഓക്കെ, ഓക്കെ ദേവാംഗന. ഓക്കെ ദേവാംഗന, കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് പറയാമോ മോളെ? കൊളോയിഡ്സ് എഴുതിയിട്ടില്ല, പറയാം. എഴുതണ്ട, ഞാൻ എഴുതുന്ന ദിവസമല്ല, പറഞ്ഞോ. Appear as it is a homogeneous mixture, appear as heterogeneous. തെറ്റി. അല്ല, സോറി, തിരിഞ്ഞുപോയി. Heterogeneous mixture appear as homogeneous. Yes. It is not possible. It is? Filtration is not possible in. Okay, filtration cannot be carried out. Okay. Centrifugation, ഇതിന്റെ പ്രോസസ്. We have to use centrifugation and suppression. Okay, then. ആലോചിക്കട്ടെ.
Can we see the particle? No, miss. No. So the particles are not visible. Pinne, Not visible. will they? Light can scatter. Okay, they will scatter the beam of light. അതിനെന്താ പേര് പറയുന്നേ? Tyndall effect. Yes, Tyndall effect. Okay, those colloids will show the Tyndall effect. Okay, ഇത് ഇങ്ങനെ 1 by 1 ആയിട്ട് പറയണം കേട്ടോ. Are they stable or unstable mixture? Stable. Okay, stable കേട്ടോ. ഇതാണ് പ്രോപ്പർട്ടീസ് കേട്ടോ. Okay. All right. Okay. എവിൻ പോയാ? എവിനെ കാണുന്നില്ല. ഓക്കെ. ആൽവിൻ മനോജ്, അറിയത്? ഇല്ല. ആയിഷ, നിങ്ങൾ വേഗം തന്നെ അഡ്മ്യൂട്ട് ചെയ്യണേ മക്കളെ, ഞാൻ പേര് വിളിക്കുമ്പോൾ. ആയിഷ, യെസ് ആയിഷ. ആയിഷ, വാട്ട് ഈസ് solubility, ആയിഷ? Maximum amount that can be dissolved in 100 grams of solvent at a given temperature is called. Okay, what is solubility curve? Solubility curve. It's the graph that Yes, Rashid, go ahead. Yes, പറഞ്ഞോ. It is a graph between. ഇല്ല, ആയിഷ പോയി. ആയിഷ, is a graph plotted between Harshal. എന്തായിരുന്നു solubility curve? Ma'am, it is a graph plotted for knowing the solubility of substances. Solubility versus? Solubility of a substance. അതിന്റെ കൂടെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ 2 ആൾക്കാർ വേണ്ടേ? സോലിബിലിറ്റി മാത്രം പോരല്ലോ, പിന്നെ എന്താ വേണ്ടേ? Temperature. ഇറ്റ്സ് എ ഗ്രാഫ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് solubility versus temperature എന്ന് പറയണം കേട്ടോ. Okay. 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 ഹർഷൽ, once more ഒന്നും കൂടെ അഡ്മിറ്റ് ചെയ്തേ. Okay. ഹർഷാലെ, കൊളോയിഡ്സിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? Centrifugation. Centrifugation. What is centrifugation? Ma'am, ഒരു സ്പിൻ കുറെ പ്രാവശ്യം സ്പിൻ ചെയ്യുമ്പോൾ അത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. വി ആർ റൊട്ടേറ്റിംഗ് ഇറ്റ് at high speed. Okay, good, Harshan, good. Okay, so everyone listen. We are going to discuss the fourth question. Okay, fourth question. A saturated solution of potassium chloride was prepared at 353 Kelvin and then cooled to room temperature. What would you observe? Explain the principle behind this. This is the question. Okay. Question മനസ്സിലായോ? എല്ലാവർക്കും question മനസ്സിലായോ? ശ്രദ്ധിക്കണം. A saturated solution of potassium chloride is prepared at 353 Kelvin. എന്താ ഈ 353 Kelvin എന്ന് വെച്ചാല്? എന്താണത്? അറിയോ? ടെമ്പറേച്ചർ ആണ്. ഓക്കെ, റഫ അറിയത്? Yes, ma'am. ഓക്കെ, റഫ, ഈ 353 Kelvin എന്ന് വെച്ചാൽ എത്രയാ മോളെ ടെമ്പറേച്ചർ? മക്കളെ, കെൽവിൻ സ്കെയിലോട്ട് ടെമ്പറേച്ചർ മാറ്റുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇല്ല. മക്കളെ, നമ്മൾ ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് 2 സ്കെയിലുണ്ട്. ഒന്ന് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറയാറുണ്ട്, രണ്ടാമത്തെ കെൽവിൻ സ്കെയിലും പറയാറുണ്ട്. അപ്പം കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനോട് ഒരു 273 കൂടെ ആഡ് ചെയ്താൽ നമുക്കത് കെൽവിൻ സ്കെയിലേ കിട്ടും. ഓക്കെ, അതായത് ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിനോട് ഒരു 273 കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ കിട്ടുക. എങ്കിൽ 353 കെൽവിൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് റഫ? ഇനി പറയാമോ? 353 കെൽവിൻ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 353 പ്ലസ് ആണോ മോളെ? ഈ 353 കെൽവിൻ എന്ന് പറയുന്നത് എത്രയോ ഡിഗ്രി സെൽഷ്യസിനോട് 273 കൂട്ടുന്നതാണ്. അപ്പൊ എത്രയോ ഡിഗ്രി സെൽഷ്യസ് എത്രയാന്ന് അറിയണേ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ 353യിൽ നിന്നും 273 മൈനസ് ചെയ്യണം അല്ലേ? അപ്പൊ എത്ര കിട്ടും നിങ്ങക്ക്? 80 ആണോ?
അപ്പൊ ടെമ്പറേച്ചർ എത്രയാണ് കിട്ടുന്നത്? ടെമ്പറേച്ചർ ഈസ് 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 80 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ കൂൾ ചെയ്യാണ് ടു റൂം ടെമ്പറേച്ചർ. വാട്ട് വിൽ യു ഒബ്സർവ്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്ലിയർ ആയോ? 80 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എന്താണ് ആക്ച്വലി? ദാറ്റ് സൊല്യൂഷൻ കണ്ടെയ്ൻ എങ്ങനെയായിരിക്കും? അതിനകത്തുള്ള സൊല്യൂട്ടിന്റെ അളവ് എങ്ങനെയായിരിക്കും റഫ? അറിയില്ല. എന്താ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാല്? The maximum amount of solute that dissolves in it. The maximum amount of solute that is dissolved in your solvent, അതായത് മാക്സിമം കപ്പാസിറ്റി ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം 80 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ അതിനകത്തുള്ള സൊല്യൂട്ട് നല്ല ഹയർ ക്വാണ്ടിറ്റിയിൽ കാണും. നമ്മൾ പഠിച്ചല്ലോ ടെമ്പറേച്ചർ കൂടുമ്പം സോലിബിലിറ്റി ജനറലി കൂടുവാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനകത്ത് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കൂടുതലായിട്ടിരിക്കുന്ന ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു 27 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമ്മൾ തണുപ്പിക്കുകയാണ്, കൂൾ ഡൗൺ ചെയ്യാണ്. സോ വാട്ട് വുഡ് ഹാപ്പൻ, അല്ലെങ്കിൽ വാട്ട് വിൽ യു ഒബ്സർവ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുക? ഇനി ആൻസർ ട്രൈ ചെയ്യാമോ? വാട്ട് വിൽ യു ഒബ്സർവ്? കിട്ടുന്നില്ല. വേദിക, Yes, ma'am. what will you observe if you cool a saturated solution at 80 degrees Celsius to room temperature? മാം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. 5, 6, 7 എന്നത്തെ വരെ ചോദിച്ചു. ഓക്കെ, ചെയ്തിട്ടില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. സോറി മാം. ഇല്ല, കിട്ടില്ല. ആർക്കെങ്കിലും anyone wants to give a try? Nobody. മക്കളെ, 80 ഡിഗ്രി സെൽഷ്യസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി, നമ്മൾ പഠിച്ചു ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വി കുഡ് ഡിസോൾവ് മോർ എമൗണ്ട് ഓഫ് സാൾട്ട് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സാൾട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നതായിരിക്കും ഈ 80 ഡിഗ്രി സെൽഷ്യസിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കൂള് ചെയ്യുമ്പം ആക്ച്വലി എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഈ എക്സ്ട്രാ ആയിട്ട് ഡിസോൾവ് ചെയ്ത സാൾട്ടുകളൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ക്രിസ്റ്റൽ ആയിട്ട് മാറും. അതായത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ ആയിരിക്കില്ല, ദേ വിൽ ഫോം എ ക്രിസ്റ്റൽ. ഓക്കെ, സോ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റൽ ഫോർമേഷൻ ആയിരിക്കും. നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യു വിൽ ബി ഒബ്സർവിങ് ദ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ഫോർമേഷൻ. ഒക്കെ, അപ്പം എന്താ ഇവിടെ പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോലിബിലിറ്റി വിൽ ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ സോലിബിലിറ്റി കുറയും. അപ്പൊ സോലിബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് എക്സ്ട്രാ ഡിസോൾവ് ആയിട്ടുള്ള സാൾട്ട് എന്താണ് ക്രിസ്റ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായിട്ടേ ഇല്ല. എടാ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്ന സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർഡ് അറ്റ് 353 കെൽവിൻ എന്ന് പറഞ്ഞു. 353 കെൽവിൻ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതറിയാലോ. സി എന്താണ് ഡിഗ്രി? സി ഇത് കെൽവിൻ ഈസ് എ സ്കെയിൽ വിച്ച് ഈസ് യൂസ് ടു എക്സ്പ്രസ് ദ ടെമ്പറേച്ചർ. ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനോട് 273 കൂട്ടി കിട്ടുന്നതാണ് കെൽവിൻ സ്കെയിൽ. അപ്പൊ 353 കെൽവിൻ എന്ന് പറയുമ്പോൾ അത് 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതിന് ഡൗട്ട് വേണ്ട. അതൊരു ബേസിക് സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 80 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മേക്ക് ചെയ്തു. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ മാക്സിമം അളവിൽ നിങ്ങൾ അതിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 80 ഡിഗ്രി നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ നോർമൽ ടെമ്പറേച്ചറിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും. അതായത് യു കുഡ് ഡിസോൾവ് മോർ എമൗണ്ട് ഓഫ് സാൾട്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 80 ഡിഗ്രി സെൽഷ്യസിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരുപാട് സാൾട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവും. അതിനെ നിങ്ങൾ കൂൾ ചെയ്ത് 27 കൊണ്ടുവരുമ്പോൾ സോലിബിലിറ്റി ഡെഫിനറ്റ് ആയിട്ടും കുറയില്ലേ? ഇല്ലേ? അതിലെ നമ്മൾ പഠിച്ച കാര്യം. ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ. സോലിബിലിറ്റി ടെമ്പറേച്ചർ കുറയുമ്പോൾ കുറയും. അങ്ങനെ കുറയുമ്പം നമ്മൾ ആ എക്സ്ട്രാ ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടുള്ള സാൾട്ടുകളൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യും ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റൽ. ദാറ്റ് ഈസ് യു ആർ ഗോയിങ് ടു ഒബ്സർവ്. സോ ആക്ച്വലി ക്രിസ്റ്റലൈസേഷൻ വിൽ ഹാപ്പൻ. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത് യു വിൽ ബി ഒബ്സർവിങ് ക്രിസ്റ്റൽ ഫോർമേഷൻ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? എന്താണ്? ദ സോലിബിലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പം സോലിബിലിറ്റി എന്ത് ചെയ്യാണ്? കുറയാണ്. സോ ദ എക്സ്ട്രാ ഡിസോൾവ്ഡ് സാൾട്ട് വിൽ സെറ്റിൽ ഡൗൺ ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റൽ. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാ മനസ്സിലായത്? ഈ 80 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ സൊല്യൂഷൻ എന്ന് കിട്ടുമ്പോഴാണ് ഇതിന്റെ ആൻസറിലോട്ട് വരും അല്ലെ.
hot saturated solution ആണ്. So when you cool it, the crystal formation will happen. That's all. Okay. Yes. So next question two. To Adil are you there? Adil? No. Devaprasad? Yes, Miss Adil. Adila. Okay, Adil. Okay, Adile. എന്താ Yes, unsaturated solution? uh, Unsaturated solution. mixture or the liquid Eh? solvent. What is an unsaturated solution? An unsaturated solution is a mixture where the liquid a solvent holds less dissolved materials. അങ്ങനെയല്ല അതിൽ തന്നെ Solute it can അങ്ങനെ എന്തോ എനിക്ക് ഞാൻ മറന്നു മോനെ അതായത് the solute that is present in a solution is less than the saturated level ആണെങ്കിൽ that kind of solution is known as unsaturated solution. Okay, the solute present in a solution is less than the saturated level. Okay. Yes. എന്നെ കുറച്ച് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണേ അതിലെ. പറഞ്ഞുതരാം. Okay. Devaprasad, are you there? Yes, ma'am. Yes. Devaprasad, can you explain the characteristics properties of a suspension? Suspension. അറിഞ്ഞൂടെ എന്താ സസ്പെൻഷൻ എന്ന് വെച്ചാ ദേവപ്രസാദേ? കേട്ടില്ല. ഫസ്റ്റ് ടൈം ഇരിക്കുന്നത് ഈ ക്ലാസ് ആണോ? ഇന്നലെ അറ്റൻഡ് ചെയ്തില്ല? ഓക്കെ ഓക്കെ. സോ ഒന്ന് റെക്കോർഡഡ് സെക്ഷൻസ് അവൈലബിൾ ആയിരിക്കും, ഒന്ന് കേട്ട് നോക്കൂട്ടോ പ്രസാദേ. ഓക്കെ. യെസ് ജെയ്ഡ്, ആർ യു ദേർ? ജെയ്ഡ് ഇല്ല. സൂര്യദേവ് മോനെ സസ്പെൻഷന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് പറയാമോ? Particles can be seen. Okay, particles can be seen. Okay. Filtration. Separating method. Okay, can be. Okay, filtration method can be used to separate them. Okay, അത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. പിന്നെ what kind of mixture is that? Is it a homo or hetero? എന്താണ്? അതാണ് ഫസ്റ്റ് പറയണ്ടേ. Heterogeneous. It's a heterogeneous mixture ആണ്. Okay, particle size ഏകദേശം എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? particle size ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മയില്ല. Is it a stable or an unstable mixture? Unstable. Will it scatter the beam of light? Yes. എപ്പോഴും full time? Yes. No. Suspensions will temporarily scatter the beam of light. കേട്ടോ, എപ്പോഴും കാണിക്കില്ല. Since it's an unstable mixture, the particles will settle down. So അങ്ങനെ particles settle down ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യില്ല കേട്ടോ സൂര്യദേവേ. ക്ലിയർ ആയിട്ട് പഠിക്കണേ കേട്ടോ. Okay. Okay, let's discuss the sixth question. Okay, Abhinav Sarang, അഭിനവിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ. ഓക്കെ. ഏഞ്ചലിൻ മേരി,
ഏഞ്ചലി ഇല്ല. ഓക്കെ. അഫ്ലുസ്മാൻ ഉണ്ടോ അവിടെ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ്. ആരാധ്യ are you there? നിങ്ങൾ ഒരുപാട് പേര് റെസ്പോൺസ് തരാതിരിക്കുക അല്ലേ? മിസ് ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് ക്ലാസ് ടീച്ചർ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യട്ടോ. ബിക്കോസ് ഐ വിൽ ഗിവ് ഇറ്റ് ആസ് നോ റെസ്പോൺസ് ഫ്രം ദ സ്റ്റുഡന്റ്. ഓക്കെ. ഏഞ്ചലോ? ഏഞ്ചലോ ഇല്ല. ഓക്കെ. നേഹ? Yes, ma'am. Yes, Neha. Can you differentiate saturated and supersaturated solution? Yes, ma'am. Saturated solution means in which no more solute can be dissolved at a given temperature. And supersaturated solution means the amount of solute contained in solution is more than the saturated level at a particular temperature. Yes, very good. Very good. That's correct. Okay, good. Okay, Aisha Asif? Yes. Okay, Aisha. Milk എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ what kind of mixture is that, Aisha? Is it a true solution or suspension or a colloid milk? It's a colloid. It's a colloid. But is the dispersed phase and dispersion medium in it? Do you remember that? Yes, the dispersed phase and dispersed medium both are liquid. Okay, what is the name of that kind of colloid? Emulsion. Very good. Very good. Very good. Okay. Great. Okay. Yes. ശ്രീഗൗരിനെ ഓൾറെഡി വിളിച്ചതായിരുന്നു അല്ലേ? ഓക്കെ. ദർശിത് കൃഷ്ണ? Yes, ma'am. Yes, miss. ശ്രീഗൗരി ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാവേ. ഓക്കെ. ദർശിത്. ഓക്കെ. ദർശിത്, can you try to answer the 7th one? Yes, miss. Okay. Miss Miss പറയട്ടെ. ഒരു മിനിറ്റ്, ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യട്ടെ. ആയിക്കോട്ടെ. Okay. To make a 7th question ആണ് മക്കളെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. 7th one. To make a saturated solution, 36 gram of sodium chloride is dissolved in 100 gram of water at 293 Kelvin. Find out the concentration of mass by mass percentage. Yes, ദർശിത് പോരട്ടെ. ദർശിതേ? Yes, miss. Yes. Okay, പറഞ്ഞോ ദർശിതേ. മിസ് മാസ് ഓഫ് സൊല്യൂട്ട് 36 gram. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട് ഓക്കെ 36 gram. മിസ് സോൾവെന്റ് 100 gram. ഓക്കെ, മാസ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ 100 gram. അപ്പൊ മിസ് മാസ് ഓഫ് സൊല്യൂഷൻ ടോട്ടൽ കിട്ടാൻ 36 പ്ലസ് 100 ചെയ്താൽ 136 കിട്ടും. ഓക്കെ, വെരി ഗുഡ്. മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ്. സോ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ്. സോ 36 പ്ലസ് 100 യു വിൽ ബി ഗെറ്റിംഗ് 136 gram. മിസ് അതിന്റെ ഇക്വേഷൻ മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം 36 ബൈ 136 into 100. 36 divided by 26.48%. 26.47%. Okay, this is the answer that you are getting. Okay അല്ലേ? Yes, very good. So ഇതിലാർക്കെങ്കിലും നിങ്ങൾക്ക് വെരി ഗുഡ് ദർശിത്, വെരി ഗുഡ്. സോ ഈ 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ലാസ്റ്റ് വൺ എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് സൊല്യൂട്ടിന്റെ മാസ് 36 തന്നു, സോൾവെന്റിന്റെ മാസ് 100 gram സോൾവെന്റാ തന്നെ, സൊല്യൂഷൻ അല്ല. സോ യു ഹാവ് ടു ആഡ് ബോത്ത്. മാസ് 36 പ്ലസ് 100 ചെയ്ത് 136 സൊല്യൂഷൻ കിട്ടണം.
ഓക്കെ ആൻഡ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. സോ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 36 ഡിവൈഡ് ബൈ 136 ഇൻറ്റു 100 എന്നാണ്. ഓക്കെ യെസ് ശ്രീഗൗരി. Ma'am, I didn't get what is supersaturated solution. ഓക്കെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് മീൻ ചെയ്യുന്നത് ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇത് എഴുതിയാലത് മിസ് റിമൂവ് ചെയ്യുവാണേ ഈ സ്ലൈഡിലുള്ളതെല്ലാം. ഓക്കെ സോ സി ശ്രീഗൗരി, സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഞാനൊരു ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 27 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, വാട്ടർ എടുത്തു, ആൻഡ് അതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാണ്? മാക്സിമം സോൾട്ട് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്തു. ഇനി ആഡ് ചെയ്യുന്ന സോൾട്ട് എക്സ്ട്രാ ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. സോ ദിസ് ഈസ് സാച്ചുറേറ്റഡ്. ഈ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ ഈ 27 ഇരിക്കുന്ന ഈ വാട്ടറിനെ ഞാൻ ചൂടാക്കുകയാണ്. ഓക്കെ ഐ എം ഹീറ്റിംഗ് ഇറ്റ് ആൻഡ് ഐ എം റേസിംഗ് ദ ടെമ്പറേച്ചർ ടു 50 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ മാറ്റി. അപ്പൊ ടെമ്പറേച്ചർ മാറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിസോൾവ് ആകാണ്ട സോൾട്ടും ഡിസോൾവ് ആകും അല്ലേ? ഓക്കെ എനിക്ക് ഇനി എന്ത് ചെയ്യാം? എക്സ്ട്രാ വേണമെങ്കിൽ ഇനിയും സാൾട്ട് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ എമൗണ്ടിൽ എന്ത് ചെയ്തു? ഡിസോൾവ് ചെയ്യിച്ചു. ഓക്കെ ഇപ്പൊ എന്റെ സൊല്യൂഷൻ എത്തിരിക്കുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യും, തണുപ്പിച്ചിട്ട് ബാക്ക് ടു 27 കൊണ്ടുവരും. ഇപ്പോൾ ഈ സൊല്യൂഷനകത്ത് സാച്ചുറേറ്റഡ് ലെവലിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് ഇല്ലേ? അതിനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. കേട്ടോ? The solution containing solute more than the saturated level is called super saturated. Okay, ma'am. Okay, that's all. Okay. Alright. So, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് സ്ലൈഡിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ യെസ് ദേവനന്ദൻ. ദേവനന്ദ. Yes, ma'am. Devananda, can you differentiate dilute and concentrated solution? A dilute solution is a solution in which there is more solvent present than the solute, and in concentrated solution there is more solute than the solvent. Okay. ഡയലൂട്ടിന്റെ എന്തായിരുന്നു പറഞ്ഞാൽ? മോർ സോൾവെന്റ് എന്നല്ലേ പറഞ്ഞേ? അത് സൊല്യൂട്ട് ആയിരുന്നു. മോർ സോൾവെന്റ്. ഓക്കെ സോൾവെന്റ് വെച്ച് പറയണ്ട, സൊല്യൂട്ട് വെച്ച് പറഞ്ഞാൽ മതി. സി കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സൊല്യൂട്ടിന്റെ ബേസിസിലാണ്. സോ എന്ത് ചെയ്യുക? ഡയലൂട്ട് സൊല്യൂഷൻ മീൻസ് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ ലെസർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആൻഡ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് സോൾട്ട്, മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. കേട്ടോ? സൊല്യൂട്ടിന്റെ ബേസിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. കേട്ടോ? ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ദേവ. ആൻഡ് ജോയലിനെ ഞാൻ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നോ? ഇല്ല. No. Joel, what is suspension and write its properties? Ma'am, suspensions, the light can be seen through the suspensions. Suspensions, they are not the particles gets decomposed at the bottom when it's kept. ഡീകമ്പോസ് എന്ന് പറയില്ല, തെറ്റാണ്. ഡീകമ്പോസിന്റെ മീനിങ് എന്താണെന്നറിയാവൂ? കുഞ്ഞെ ബ്രേക്കായി ആ ഒരു സാധനം ബ്രേക്കായി നശിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നതിന് ഡീകമ്പോസിഷൻ ആണ്. ഇറ്റ്സ് നോട്ട് ഡീകമ്പോസ്, ഇറ്റ് ഈസ് സെറ്റിലിംഗ് ഡൗൺ. സെറ്റിലിംഗ് ഡൗൺ, അടിയിൽ ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. കേട്ടോ? സോ ദ പാർട്ടിക്കിൾസ് വിൽ സെറ്റിൽ ഡൗൺ ഇഫ് യു കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് പറയേണ്ടത് കുഞ്ഞെ ഇറ്റ്സ് എ ഹോമോ ഓർ ഹെട്രോ എന്നുള്ളതാണ്. എന്താണത്? നിങ്ങൾ എല്ലാവരും ഒരു മിക്സറിനെ പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ട പോയിന്റ് യു ഹാവ് ടു മെൻഷൻ ഇറ്റ് വെദർ ഇറ്റ് ഈസ് എ ഹോമോജനസ് മിക്സ്ചർ ഓർ ഹെട്രോജനസ് മിക്സ്ചർ. സോ വാട്ട് കൈൻഡ് ഓഫ് മിക്സ്ചർ ഇസ് ദിസ് സസ്പെൻഷൻ, ജോയൽ? Ma'am, it's a heterogeneous mixture. അതാണ് ആദ്യം പറയണ്ടേ. നെക്സ്റ്റ് അതിന്റെ പാർട്ടിക്കിൾ സൈസ് മെൻഷൻ ചെയ്യുക. വാട്ട് ഈസ് ഇറ്റ്സ് പാർട്ടിക്കിൾ സൈസ്? Ma'am, we can see the particles. Yes, we can see the. Yes, Liban, go ahead. Okay, we can see, and the particle size is greater than 1000 nanometer. കേട്ടോ? പിന്നെ ടൈപ്പ് ചെയ്യും. Ma'am, Tyndall effect is temporary in depth. Temporarily it will scatter the beam of light and path of the light will be visible. Okay. Can we separate them by filtration? Yes, ma'am.
യെസ്, അപ്പൊ അതും കൂടെ പറയാം. സസ്പെൻഷൻ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ എന്നുള്ളതും കൂടെ എഴുതുക. ഓക്കെ, റൈറ്റ്. ഓക്കെ, വേദിക. Yes, ma'am. Okay, Vedika, what is next 10th question? What is compound? Water is a compound while air is a mixture. Just if Water is classified as compound while air is classified as mixture based on their composition, okay, properties, and separation methods. okay, Water's composition is 2:1, okay, but air is a mixture because it has so many particles like dust, nitrogen in it. okay. Ma'am, ഇത്ര എഴുതിയിട്ടുള്ളൂ. അത്ര എഴുതിയിട്ടുള്ളൂ. ഓക്കെ, പ്രോപ്പർ ആയില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് പ്രോപ്പർ. ഞാൻ കമന്റ് സെക്ഷനിൽ ഇട്ടാ മതിയോ ബാക്കി? ഇട്ടോ. ഓക്കെ, റൈറ്റ്. സോ ഇനി മിസ് ഇതുവരെ വിളിക്കാത്ത ആള് വേറൊരു വേദിക ഉണ്ടല്ലോ, വേദിക, സെക്കൻഡ് വേദിക 172. യെസ് വേദിക, ക്യാൻ യു ട്രൈ ദിസ് വൺ? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. ഓക്കെ, വേദിക കിടന്ന അടുത്തൊരു ചോദ്യം. What is dispersed phase and dispersion medium in a colloid? കൊളോയിഡ്സിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്നൊക്കെ വെച്ചാൽ എന്താണ്? അറിയില്ല. ഇനി മിസ് ഇതുവരെ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ലിബനെ വിളിച്ചില്ല എന്നോ? ലിബൻ വന്നോ? മുഹമ്മദ് ലിബാൻ? നോ. ദെൻ നവീനെ വിളിച്ചു അല്ലേ? യെസ്, വിളിച്ചായിരുന്നു. ഇതുവരെ ഒരു തവണ പോലും മിസ് വിളിച്ചിട്ടില്ല, ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, alright. So നമുക്ക് okay, who is going to answer this one? Water is a compound and air is a mixture. How will you differentiate this statement? Yes, Aisha. Water is a compound because the components of water are mixed in a fixed proportion. Okay. And air is a mixture because there's different proportions of different gases. Okay. അത്രേ ഉള്ളൂ. ഒരുപാടുണ്ട്. one point. കേട്ടില്ല. ഒരു പോയിന്റ് അറിയുള്ളൂ. ഒരു പോയിന്റ് അറിയത്തുള്ളൂ. ഓക്കെ, നവമി. പറഞ്ഞോ നവമി. How will you differentiate compound and water and air? ഇല്ല, അറിയില്ല. വൈഗ. ഇതെങ്ങനെയാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? എല്ലാവരും മറന്നുപോയി പഠിച്ച കാര്യം. ഡേ 1 പഠിച്ച കാര്യമാണ്, നോട്ട് ഫ്രം ഡേ 2, ബട്ട് സ്റ്റിൽ. ഇല്ല, അറിയില്ല. എയ്നെറ്റ്, നിങ്ങളെല്ലാം മറന്നുപോകല്ലേ പഠിച്ച കാര്യങ്ങള്? എക്സാമിന് ഫുൾ ചാപ്റ്റർ അല്ലേ വരുന്നേ? ഒരു ചാപ്റ്റർ അല്ല, 3-4 ചാപ്റ്റർ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ ഇങ്ങനെയാണെങ്കിൽ? ഇല്ല, എയ്നെറ്റിനും ഇല്ല, മറന്നുപോയി. ലസിയ? Mixture is not chemically reacting. മിക്സ്ചർ Chemical react ചെയ്യുന്നില്ല. കെമിക്കലി റിയാക്ട് ചെയ്യുന്നില്ല. ഓക്കെ. കോമ്പൗണ്ട് കെമിക്കലി റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്യും. ഓക്കെ, ഗുഡ്. പിന്നെ ഒരു പോയിന്റ് ആയി.
മിക്സ്ചർ മോർ ദാൻ 2 components മിക്സ് ആവുന്നുണ്ട്. കോമ്പൗണ്ടിലോ മോർ ദാൻ 2 കമ്പോണന്റ് ഇല്ലേ? അല്ല, മിക്സ്ചറിൽ പ്യുവർ സബ്സ്റ്റൻസ് മിക്സറിൽ പ്യുവർ സബ്സ്റ്റൻസ് ഇനി പ്യുവർ സബ്സ്റ്റൻസ് മിക്സ് ചെയ്യുമ്പോഴാണ് മിക്സർ കിട്ടുന്നത്. ഓക്കെ മക്കളെ, സി ഇത് നിങ്ങൾ മറന്നു പോലെ ഇമ്പോർട്ടന്റ് ആണ് കോമ്പൗണ്ടും മിക്സറും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത്. സി ഫസ്റ്റ് പോയിന്റ്, കോമ്പൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്നതാണ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കെമിക്കൽ കോമ്പിനേഷൻ. മിക്സർ ഈസ് ഫോംഡ് ബൈ ദ ഫിസിക്കൽ കോമ്പിനേഷൻ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, കോമ്പൗണ്ട് എന്ന് പറയുമ്പം ദർ വിൽ ബി മോർ ദാൻ 2 എലമെന്റ്സ് കാണും. ദേ വിൽ ബി ഇൻ എ ഫിക്സഡ് കോമ്പോസിഷൻ ആയിരിക്കും. അത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു. ആ ഒരു പോയിന്റ് മാത്രമേ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. ഫിക്സഡ് കോമ്പോസിഷൻ ആണ്. ഓൺ ദ അതർ ഹാൻഡ് മിക്സർ എന്ന് പറയുമ്പോൾ വേരിയബിൾ കോമ്പോസിഷൻ ആണ്. ഓക്കെ, പിന്നെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് കെമിക്കൽ മെത്തേഡ്. ബട്ട് മിക്സർ എന്ന് പറയുമ്പോൾ നമുക്ക് വി കുഡ് യൂസ് ദ ഫിസിക്കൽ മെത്തേഡ് ടു സെപ്പറേറ്റ് ദം. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, 4 പോയിന്റ് ആണുള്ളത്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഇസ് ദാറ്റ് കോമ്പൗണ്ട് നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ദ കോൺസ്റ്റുവന്റ് എലമെന്റ്സ് വിൽ ലൂസ് ദെയർ പ്രോപ്പർട്ടി. ദ കോമ്പൗണ്ട് വിൽ ഹാവിംഗ് എൻ എൻ്റർലി ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. ബട്ട് മിക്സർ എന്ന് പറയുമ്പോൾ ദ കോൺസ്റ്റുവന്റ് വിൽ റീറ്റെയിൻ ദർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. ടോട്ടൽ 4 പ്രോപ്പർട്ടിയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും 3 മാത്രം മെൻഷൻ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. കോമ്പൗണ്ട് ആൻഡ് മിക്സറിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വാട്ട് ഈസ് കൊളോയിഡ് ആൻഡ് വാട്ട് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആണ്. അതിലാർക്കും ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരുപാട് തവണ കുറെ പേരോട് ചോദിച്ച ഒരു കാര്യമാണ്. റൈറ്റ് ആൻഡ് ഓക്കെ, ശ്രീഗൗരി അറിയാം? ശ്രീഗൗരി ഉണ്ടോ? Yes, ശ്രീഗൗരി, ma'am. ടിൻഡാൽ എഫക്ട് ഒന്ന് എന്താണ്, വാട്ട് ഈസ് ടിൻഡാൽ എഫക്ട് ഒന്ന് പറയാമോ? Hello, yes, ma'am. ടിൻഡാൽ എഫക്ട്. Tyndall effect. It is something like where scattering of particles are called as Tyndall effect. സ്കാറ്ററിംഗ് ഓഫ് പാർട്ടിക്കിൾ അല്ല മോളെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. സ്കാറ്ററിംഗ് ഓഫ് എ ലൈറ്റ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ടിൻഡാൽ എഫക്ട് കേട്ടോ. Okay, ലൈറ്റിനാണ് ma'am. സ്കാറ്റർ ആകുന്നത്. ആരാ ചെയ്യുന്നത്? കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് കോൾഡ് ടിൻഡാൽ എഫക്ട്. Okay, ഓക്കെ, യെസ്. okay. ഇനി 13th ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ കിട്ടിയോ? 13th വൺ, ടു സബ്സ്റ്റൻസ് ഹാവ് ഡിഫറെന്റ് സോലബിലിറ്റി കർവ്. ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ വിച്ച് സബ്സ്റ്റൻസ് ഈസ് മോർ സോലബിൾ അറ്റ് 50 degrees Celsius? ഇതിന്റെ ആൻസർ കിട്ടിയോ? എസ് ഐനറ്റ്, എസ് ഐനറ്റ്. മാം, ഞാൻ ആൻസർ പറയാനില്ല. ഞാൻ 10th ക്വസ്റ്റിന്റെ പോയിന്റ്സ് ഒന്നും കൂടെ പറയാമോന്ന് ചോദിക്കാം. പറയാമെന്ന് ചോദിക്കാം. 10th ക്വസ്റ്റ്യൻ, കൊളോയിഡ് എന്തെന്നല്ലേ? സോ കൊളോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ ഹെറ്ററോജനസ് മിക്സർ. വാട്ടർ ഈസ് എ കോമ്പൗണ്ട് വൈൽ എയർ ഈസ് എ മിക്സ്ചർ. ഓക്കെ, ഓക്കെ. സി മിക്സ്ചർ ആൻഡ് കോമ്പൗണ്ട്. Okay, mixture is formed by the physical combination. Okay, formed by the physical combination of components. Okay, compound is chemical combination ആണ്. ബാക്കി എഴുതിക്കോ, chemical combination ആണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. Second point is that mixture have variable composition. Variable composition. Compound have fixed composition. കോമ്പോസിഷൻ ഫിക്സഡ് ആണ്. നെക്സ്റ്റ്, മിക്സ്ചർ എന്ന് പറയുമ്പം മിക്സ്ചർ ഇൻഡിവിജ്വൽ കോമ്പോണൻസ് വിൽ റീറ്റെയിൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. കമ്പോണൻസ് വിൽ റീറ്റെയിൻ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. ഇവിടെയാണെങ്കിലോ കമ്പോണൻസ് വിൽ ലൂസ് ദർ പ്രോപ്പർട്ടി കേട്ടോ. ന്യൂ പ്രോപ്പർട്ടീസ് ആർ ഫോംഡ്. ന്യൂ പ്രോപ്പർട്ടി ആയിരിക്കും. കോമ്പൗണ്ട് വിൽ ഹാവിംഗ് ന്യൂ പ്രോപ്പർട്ടി ആണ്. Last one, mixtures can be separated by physical method. Compound can be separated by chemical method. That's all. Okay. Yes. All right. So the last question, 13th question. നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? 13th question. See. ഇന്ന് നമുക്ക് ഡെയിലി എക്സാം ഒന്നും ഇല്ല കേട്ടോ. വർക്കൗട്ട് സെക്ഷൻ ആണ്. വി ഡോണ്ട് ഹാവ് എനി എക്സാം.
Okay, so 13th one എന്താണ്? Two substances have different solubility curve. How can you determine which substance is more soluble at 50 degrees Celsius? എങ്ങനെയാ മക്കളെ ചെയ്യാം? യെസ് വേദിക കറക്റ്റ് ആണ്. എങ്ങനെയാ മക്കളെ? ഡിഫറെന്റ് നിങ്ങൾക്ക് സോളിബിലിറ്റി കർവ് ഈസ് ഗിവൺ റൈറ്റ്. രണ്ട് സബ്സ്റ്റൻസിന്റെ സോളിബിലിറ്റി കർവ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും? സി സോളിബിലിറ്റി കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കർവ് അഗെയിൻ സോലിബിലിറ്റി അല്ലെ? സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലെറ്റ്സ് ടേക്ക് ഇങ്ങനെയാണ് രണ്ടെണ്ണത്തിന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കാം. വെറുതെ എടുക്കുന്നതാണ് എക്സാമ്പിൾ. സോ ടെമ്പറേച്ചർ ഇവിടെ കാണുമ്പോൾ 10, 20, 30, 40, 50 എന്നൊക്കെ ഇവിടെ ഇങ്ങനെ കാണും. ടെമ്പറേച്ചർ കാണും. ഇവിടെ കൊടുക്കുന്നത് എന്തായിരിക്കും? 10, 20, 30, 40 മീൻസ് വെറുതെ എടുക്കുന്നതാണ്. 40, 50, 60 എന്ന് പറഞ്ഞ് സോലിബിലിറ്റിയും കാണും. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഏതിനാണ് മോർ സോലിബിലിറ്റി ആയിട്ട് 50 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മളോട് പറയുന്ന ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു ലൈൻ നേരെ മുകളിലോട്ട് ഡ്രോ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക, ഡ്രോ ചെയ്യുക. അപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോ വരച്ച ഈ ഡോട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ കർവിനെ ക്രോസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? നമ്മുടെ കർവിനെ മുറിക്കുന്നുണ്ടാവും. അപ്പൊ ഒന്നാമത്തെ കർവ് ഇതാണ്. ഒന്നാമത്തെ കർവ്, ദിസ് ഈസ് യുവർ സെക്കൻഡ് കർവ്. അപ്പൊ ഈ ഫസ്റ്റ് കർവിനെ എവിടെയാണോ ടച്ച് ചെയ്തത് ആ പോയിന്റിൽ നിന്നും നിങ്ങൾ ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്യുക? അടുത്തൊരു ലൈൻ ഡ്രോ ചെയ്യുക. ഓക്കെ, ഇത് എവിടെയാ മുട്ടുന്നത്? സോലിബിലിറ്റി അറ്റ് 40. അപ്പൊ ഇതിന്റെ സോലിബിലിറ്റി എന്താണ്? 40 ആണ്. അതായത് ഒന്നാമത്തെ കർവിന്റെ സോലിബിലിറ്റി അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 40 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കർവ്, സെക്കൻഡ് കർവിന്റെ സോലിബിലിറ്റി 50 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? എവിടെയാന്ന് നോക്കി? 50 ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴാ ടച്ച് ചെയ്തത്? ഇവിടെയാ ടച്ച് ചെയ്തത് അല്ലെ? അപ്പൊ സോലിബിലിറ്റി കറസ്പോണ്ടിങ് നമ്മൾ ഹൊറിസോണ്ടലി വരച്ച് നോക്കുക. അപ്പൊ അറൌണ്ട് 62 ഓർ സംതിങ്. അപ്പൊ ആർക്കാണ് മോർ സോലിബിലിറ്റി ഉണ്ടാവുക? കേസ് കർവ് 2-നാണ്. സോ ദിസ് ഈസ് ഹൗ യു ആർ കാൽക്കുലേറ്റിംഗ് ദ സോലിബിലിറ്റി യൂസിങ് സോലിബിലിറ്റി കർവ്. കേട്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണോ പറയുന്നത് ആ ടെമ്പറേച്ചറിൽ നിന്നും ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുക. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? കുത്തനെ മുകളിലോട്ട് അല്ലെ? വെർട്ടിക്കൽ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ എക്സ് ആക്സിസിന് വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ കർവിന്റെ എവിടെയാണോ ക്രോസ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടൽ ആയിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ആയിട്ട്. അപ്പൊ ആ ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങളുടെ സോലിബിലിറ്റി കർവിന്റെ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ സോലിബിലിറ്റി. ഓക്കെ, ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഈ പറഞ്ഞ് മനസ്സിലാവാത്തുണ്ടോ? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സോലിബിലിറ്റി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, ചോദിച്ച് ക്ലിയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ടൈം ഓൾമോസ്റ്റ് 8 o'clock ആയി. ഡൗട്ടുള്ള ആൾക്കാർ ഡൗട്ടൊക്കെ സോൾവ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഡൗട്ട് ഇല്ല എന്നുള്ള മക്കൾക്ക് you can leave and let's meet on the next class. Okay, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടോ? ഇല്ല എങ്കിൽ others can leave. Okay, bye ദേവാംഗന, ഐനറ്റ്, ബൈ ബൈ. എല്ലാം മനസ്സിലായി ഉറപ്പുവരുത്തി ഡേ 2 ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയ ആൾക്കാർക്ക് ബൈ ബൈ പറയാം. ഓക്കെ, യെസ്, ഓക്കെ, ബൈ ബൈ everyone. Okay, Deva Prasad. Okay, bye bye. Take care everyone. All right. All right. ദേവാംഗന, മഴ എങ്ങനെയുണ്ട് വയനാട്ടില്? കുഴപ്പമില്ല. ഇന്ന് കുറവുണ്ടായിരുന്നോ? കൊറേ നല്ലത്. ഞങ്ങള് 3 പേരും ഭയങ്കര നല്ല കുട്ടികളായിരുന്നു. അതെ അതെ. അപ്പൊ ഇത് ക്ലാസ്സിൽ ഒരുപാട് പിള്ളേരില്ലേ? 40 സ്റ്റുഡൻസ് ഇല്ലേ? അപ്പം നല്ലോണം റെസ്പോണ്ട് ചെയ്തില്ലേ? എങ്ങനെ? 3 പേരുള്ളെങ്കിലും നല്ലോണം റെസ്പോണ്ട് ചെയ്തില്ലേ? അതുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിരുന്നല്ലോ. ഇവിടെ 40 സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട്. Okay. Okay, Devangana, bye bye. Take care. Let's meet on day 3. Okay. Yes, Vaiga, Lizia, do you have any doubt? Vaiga, no. Angeline, Mary, no. Okay, Vaiga, let's meet on next class. Okay. Bye bye. Take care.